ഹലോ, നമസ്കാരം. കാലത്തിന്റെ കണിക്കൊന്നകൾ വീണ്ടും പൂവണിയുമ്പോൾ ഓർമ്മകളുടെ പൂമുഖത്തേക്ക് ഒരു പൊന്നിൻ വിഷു കൂടി വന്നെത്തുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് കഥകളുടെയും അക്ഷരങ്ങളുടെയും ലോകമായ ജാഷി വയനാട് സ്റ്റോറീസിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഐശ്വര്യത്തിന്റെയും പ്രത്യാശയുടെയും നിറവസന്തം ഈ വിഷുക്കാലം നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ. കമലാ ഗോവിന്ദിന്റെ മനോഹരമായ ഒരു വിഷു കൈനീട്ടം, വിഷുപക്ഷി സ്പെഷ്യൽ നോവൽ. പ്രഭേ, ചുവപ്പ് നാടയ്ക്കുള്ളിൽ കുരുങ്ങാൻ ശാപം കിട്ടിയ ഫയൽ കെട്ടഴിച്ച് മോഷം കൊടുക്കുവാനുള്ള തിരക്കിലായിരുന്നു. തൊട്ടടുത്തു നിന്നും ഉയർന്ന ശബ്ദത്തിന്റെ ഉറവിടം തേടി തലചരിച്ചു. കണ്ണുകളിൽ ചോദ്യഭാവം നിറച്ചു. എന്തേ എന്ന് മനസ്സ് വിളി കേൾക്കുകയും ചെയ്തു. ഇന്ന് മാസാവസാനല്ലേ? വലതുവശത്തെ മേശയ്ക്ക് പിന്നിൽ നിന്നാണ് ചോദ്യം. ആഹ്ലാദം നിറഞ്ഞ മുഖവും കുസൃതി നിറഞ്ഞ കണ്ണുകളും. അതിനെന്താ, ചോദിച്ചുപോയി. മറന്നോ? ഇന്ന് ആദ്യത്തെ ശമ്പളം കിട്ടുകയല്ലേ? ആദ്യത്തെ ശമ്പളം. പുലർച്ചെ മുതൽ അത് മാത്രമായിരുന്നു ചിന്ത. അതിനെക്കുറിച്ച് മാത്രമായിരുന്നു മനക്കോട്ട. ആദ്യത്തെ ശമ്പളം, സ്വയം അധ്വാനിച്ചതിന് ആദ്യത്തെ പ്രതിഫലം. മറക്കുവോ? മറക്കാനാവോ ആർക്കെങ്കിലും? തുക എത്ര നിസാരമായാലും എത്രയോ കാലത്തെ സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്, ഭാവനകൾ. ഏതെല്ലാം ചെടികളിലെ മൊട്ടുകളായിട്ട് വിരിഞ്ഞു വികസിച്ച് പൂക്കുട ചൂടിയിട്ടുണ്ട്. അരിയിലെ ചൂണ്ടുവിരൽ കൊണ്ട് ഹരിശ്രീ വരയ്ക്കുമ്പോഴും ഓർമ്മകൾക്ക് വർണ്ണങ്ങൾ വാരി വിതറാൻ ചായക്കൂട്ട് കലർത്തുമ്പോഴോ അവ്യക്തമായിട്ടെങ്കിലും ഈ ദിവസത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ വർണ്ണപ്പീലികൾ അടുക്കുകയല്ലേ. കുബേരനും കുചേലനും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മറക്കാനാവില്ല. കഴിവില്ലെങ്കിലും പഠിപ്പിച്ചു, അതുകൊണ്ട് തന്നെ പഠിച്ചു. പാവപ്പെട്ട ഒരു കല്ലുവെട്ടുകാരന്റെ മകള് പഠിത്തത്തെക്കുറിച്ച് ആശിക്കരുതെത്തതാണ്. പാകത കൈവരാതിരുന്ന മനസ്സ് ആശിച്ചുപോയി. അച്ഛന്റെ ഒപ്പം അമ്മയും കഷ്ടപ്പെട്ടു. ചോറിന് പകരം കഞ്ഞിയും കഞ്ഞിക്ക് പകരം വെള്ളവും കഴിച്ച് തനിക്ക് അവർ ഫീസ് തന്നു. പുസ്തകങ്ങളും വസ്ത്രങ്ങളും വാങ്ങിത്തന്നു. പിന്നെ ഇളയ രണ്ട് കുട്ടികളെയും വളർത്തി പഠിപ്പിക്കുന്നു. കഷ്ടിച്ച് ബികോം വരെ പഠിച്ചു പാസ്സായി. പിന്നെ പ്രതീക്ഷകളായിരുന്നു, നീണ്ട കാത്തിരിപ്പുകള്, വിരസങ്ങളായ ദിനങ്ങള്. ദിവസങ്ങളുടെ വളർച്ചയില് മാസങ്ങളും വർഷങ്ങളും ഉരുത്തിരിയവേ മനസ്സ് വല്ലാതെ നൊന്തു. പ്രതീക്ഷകളും ഒരടിക്കുകയും അവ പതിയെ വാടിക്കറിയുകയും ചെയ്തു. എത്രയെത്ര അപേക്ഷകളാണ്, എത്ര ടെസ്റ്റുകള്, എത്ര ഇന്റർവ്യൂകള്. മടുത്തു. മടുപ്പ് തന്നെയല്ല, ആകെ വിഷമം, നിസ്സഹായത. ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങാനും അയക്കാനും പോലും പാവം അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കുക. ഒരു സാരിയോ ഒരു ബ്ലൗസോ, എന്തെങ്കിലും അച്ഛന്റെ അധ്വാനത്തിന്റെ വേർപ്പുകളങ്ങള്. 16-ാമത്തെ വയസ്സില് മഴുവെടുത്തതാണ് പോലും അച്ഛൻ പറയാറുണ്ട്. പലപ്പോഴും പടി കടന്നു വരുമ്പോ തന്റെ കണ്ണുകൾ പലപ്പോഴും നിറയാറുണ്ട്. ചെമ്മണ്ണ് പുരണ്ട കുറിയ മുണ്ട്, ദേഹം നിറയെ മണ്ണും പൊടിയും. വിയർപ്പ് കൂടിയാകുമ്പോ കുഴമണ്ണ് പോലെ തോളിൽ തങ്ങിയ മഴു, കുഴഞ്ഞ കണ്ണുകളും മെല്ലിച്ച ദേഹവും, ഒരു ജീവിതകാലത്തിന്റെ മുഴുവൻ കഥനവും വിളിച്ചോതുന്ന മുഖഭാവം. അതൊക്കെ ശ്രദ്ധിക്കാതിരിക്കുവാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിക്കളയും. അപ്പോഴൊക്കെ ആഗ്രഹിച്ചു പോകും, ഈശ്വര, ഒരു ജോലി, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽന്ന്. ഒരു തൂപ്പുകാരിയായിട്ടെങ്കിലും. നിരന്തരമായ പ്രാർത്ഥന ഈശ്വരൻ കൈക്കൊണ്ടതാവണം. എന്തെങ്കിലും ഒരു ജോലി. ഒരു ലോവർ ഡിവിഷൻ ക്ലർക്ക്, SSLC ക്വാളിഫിക്കേഷൻ, ഡിഗ്രിക്ക് പ്രിഫറൻസ്. പണ്ടെന്നോ അയച്ചു മറന്ന ഒരു ആപ്ലിക്കേഷൻ. ടെസ്റ്റ് എഴുതുമ്പോഴും മനസ്സിടിഞ്ഞിരുന്നു. പക്ഷെ ഈശ്വരൻ കനിഞ്ഞു. ഇതെങ്കിലും ലഭിച്ചല്ലോ. ഈശ്വരന് നന്ദി പറഞ്ഞു. എന്റെ മോള് ഭാഗ്യവതിയാ. അച്ഛന്റെ കുഴിഞ്ഞ കണ്ണുകൾ തിളങ്ങി. ഭാഗ്യവതിയാണോ താൻ? ആവോ, നമ്മുടെ കഷ്ടപ്പാട് എന്നും ദൈവം കാണുന്നതല്ലേ, അമ്മ പറഞ്ഞു. ഞാൻ നിരന്തരം വിളിക്കുന്നത് കേൾക്കാൻ കഴിയാതെ വരുമോ ഈശ്വരന്? അമ്മ പ്രാർത്ഥിച്ചിട്ടാണോ ജോലി കിട്ടിയത്? ഏതായാലും ജോലി, എന്തെങ്കിലും ഒരു ജോലി തന്റെ സ്വപ്നമായിരുന്നല്ലോ. സംതൃപ്തിയായിരുന്നു. 1.5 മാസം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ ബില്ല് എഴുതിയില്ല പോലും. ഇത്തവണ എഴുതിയെന്ന് അറിഞ്ഞിരുന്നു. ആദ്യത്തെ ശമ്പളം. അത് മുഴുവൻ അച്ഛന്റെ ഇരു കൈകളിലും വെക്കണം. എന്നിട്ട് ആ പാദത്തിൽ വീണ് നമസ്കരിക്കണം. കുണ്ടിലാണ്ട കണ്ണുകൾ തിളങ്ങുന്നത് കാണണം. പിന്നെ അമ്മയ്ക്കൊരു എന്താ പ്രഭയൊന്നും മിണ്ടാത്തത്? പ്രഭ ചിന്തകളിൽ നിന്നും പെട്ടെന്നുണർന്നു. അതെ, തലകുലുക്കി അവള് പറഞ്ഞു. ഇന്ന് ആദ്യത്തെ ശമ്പള ദിവസമാണ്. ഞാൻ കരുതി താൻ മറന്നുവെന്ന്. മറക്കാനാവോ സലീം? സലീം ചിരിച്ചു. പിന്നെ കണ്ണുകളിൽ നിറഞ്ഞ കുസൃതിയോടെ ചോദിച്ചു, താൻ എനിക്കെന്ത് തരും? എന്താ വേണ്ടത്? പെട്ടെന്ന് പ്രഭ ചോദിച്ചു. എന്ത് ചോദിച്ചാലും തരുമോ? അപ്പോഴും കുസൃതി നിറഞ്ഞ ചിരി. പ്രഭ മുഖമുയർത്തി നോക്കി. എന്തൊരു സ്വഭാവം ഈ മനുഷ്യന്! എത്ര പെട്ടെന്ന് തമ്മിലെടുത്തു. അകൽച്ച തെല്ലുമില്ല. ചിരപരിചിതരെ പോലെ പരിചയപ്പെട്ടു. പിന്നീട് ഒന്നിച്ചു വളർന്നു. കളിത്തോഴരെ പോലെ, ആത്മസുഹൃത്തുക്കളെ പോലെ. ഹ്രസ്യമായ കാലയളവിനുള്ളിൽ വളരെ ബൃഹത്തായ സ്നേഹബന്ധം. ഒരു ജന്മം കൊണ്ട് നേടാവുന്നത്ര വിശ്വാസം. അതിശയം തന്നെ. ഒരു ജോലി
എന്തെന്ത് പ്രതീക്ഷകളും പ്രാർത്ഥനകളുടെയും ഫലമാണ്. ഭാഗ്യം എത്തിച്ചു തരുന്ന പോസ്റ്റ്മാൻ രാജു ഒരു നാളിൽ വിടർന്ന ചിരിയുമായിട്ട് കടന്നു വന്നു. കൈനീട്ടിയ കവറ് ആർത്തിയായിരുന്നു. ഈശ്വര, രാജുവിനെ കെട്ടിപ്പിടിച്ച് 100 ഉമ്മ കൊടുത്താൻ തോന്നി. ജോലി സൗമനസ്യപൂർവ്വം വച്ചു നീട്ടിയ ഒരു വലിയ മഹാനെ കാണുന്ന ആർത്തിയോടെ, കൃതജ്ഞതയോടെ ആ മനുഷ്യനെ നോക്കി നിന്നുപോയി. മിണ്ടാനാവാതെ, നന്ദി പോലും പറയാനാവാതെ. രാജു സന്തോഷത്തിൽ പങ്കുചേർന്നു. ചിരിയോടെ പറഞ്ഞു, ഞാനല്ല ഓർഡർ എത്തിച്ചത്, ശമ്പളം കിട്ടുമ്പോൾ മറക്കാതിരുന്നാ മതി. വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നു. ഏതോ അത്ഭുത ലോകത്തിലെത്തിയതുപോലെ, വാനിലേക്ക് സ്വയം ഉയരുന്നത് പോലെ. നീ എന്തിനാണ് പെണ്ണെ പത്തല പോലെ തറഞ്ഞവിടെ നിൽക്കുന്നത്? അമ്മ വരാന്തയിലേക്ക് കടന്നു വന്നു. അമ്മേ, ഒറ്റ ഓട്ടായിരുന്നു. അമ്മയുടെ മുൻപിലെത്തി ശ്വാസം വിടാതെ കവര് ഉയർത്തി കട്ടി. ജോലി എനിക്ക് ജോലി കിട്ടിയമ്മേ. നേരോ? എന്റെ പരദേവതേ, ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന്റെ ഫലം നീ തന്നല്ലോ. അമ്മ നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി. ഹൃദയം ഇരമ്പിക്കയറിയ മുഖഭാവം, സന്തോഷാശ്രുക്കൾ ഒഴുകിയിറങ്ങിയ ഒട്ടിയ കവിൾത്തടങ്ങൾ. അപ്പോ പ്രഭ പഠിച്ചിട്ടില്ല, കുട്ടിയമ്മ പ്രാർത്ഥിച്ചിട്ടാ ജോലി കിട്ടിയത്. മുറ്റത്തു നിന്നും രാജു ചിരിച്ചു. കേട്ടോ കുട്ടിയമ്മേ, എന്റെ പേർക്ക് കൂടി ഒന്ന് പ്രാർത്ഥിക്കണേ. BSc ക്ലാസ്സോടുകൂടി പാസ്സാവാനാ ഞാൻ. ഈ എഴുത്തു ചുമക്കുന്ന പണിയിൽ നിന്നും ഒരു മോചനം എന്റെ ഒടുങ്ങാത്ത ആഗ്രഹമാണ്. പറഞ്ഞത് വിഷമത്തോടെയാണെങ്കിലും ചിരിക്കാൻ രാജു മറന്നില്ല. തൊഴിലില്ലായ്മയുടെ ചൂടിൽ വെന്തുകരിയുന്ന ഇന്നത്തെ യുവതലമുറയെക്കുറിച്ച് ഓർത്ത് നെടുവീർപ്പടക്കി രാജു പതിയെ നടക്കാൻ തുടങ്ങി. അമ്മയ്ക്കപ്പോ നിർബന്ധമായി. മകൾക്ക് ജോലിക്കുള്ള ഓർഡർ എത്തിച്ചു കൊടുത്ത രാജുവിനെ സൽക്കരിച്ച് അടങ്ങുന്നു. രാജു നല്ല വാക്ക് പറഞ്ഞ് തൽക്കാലം ഒഴിവായി. ചിരിച്ചു പിൻവാങ്ങി. അല്ലെങ്കിൽ കപ്പപ്പുഴുക്കും മീൻകൂട്ടാനും കടുങ്കാപ്പിയും അമ്മ വിളമ്പി വെക്കുമായിരുന്നു. ആർക്കായാലും എന്തെങ്കിലും കൊടുക്കണമെന്നല്ലാതെ ആർക്കൊക്കെ എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന ഔചിത്യബോധം തെല്ലുമില്ല. സന്തോഷം വന്നാൽ പറയാനുമില്ല. അന്നത്തെ സന്തോഷം അമ്മ അയൽവക്കത്തെല്ലാം നിമിഷത്തിനുള്ളിൽ വാർത്ത പരത്തി. പ്രായത്തെ മറന്ന് ഓടി നടന്ന് വിശദീകരിച്ചു. ജയനും പ്രേമയും അമ്മയ്ക്കും കൂട്ടുചേർന്നു. ഇച്ചേച്ചിയും ജീവനാണ് ആ കൂടപ്പിറപ്പുകൾക്ക്. ഇച്ചേച്ചിക്ക് ജോലി. ആ വാർത്ത ആഹ്ലാദം കോരിച്ചെരിയുകയാണ് മനസ്സുകളിൽ. കല്ല് വെട്ടുന്ന മടയിൽ വെച്ച് തന്നെ അച്ഛൻ അറിഞ്ഞു. വിശ്വാസം വന്നില്ല. മഴ കുഴിയിൽ തന്നെ എറിഞ്ഞ് ഓടിക്കിതച്ചെത്തി. ആ സന്തോഷം ചെമ്മണ്ണ പുരണ്ട കൈകൾ പിറകിൽ ഇരുവശവും അമർത്തി തുടച്ചിട്ട് ഓർഡർ വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. രാമായണവും ഭാഗവതവും തപ്പിത്തടഞ്ഞ് വായിച്ചുള്ള ശീലമേ ഉള്ളൂ. ഓർഡർ ഇംഗ്ലീഷില്. അത് വാങ്ങി താൻ വായിപ്പിച്ച് കേൾപ്പിച്ചു. ജോലിക്ക് ജോയിൻ ചെയ്തു. വീട്ടിൽ നിന്നും 80 പൈസ ബസ് കൂലിയുള്ള ദൂരം മാത്രം. ഭാഗ്യം തന്നെ. ഒരാഴ്ച കഴിഞ്ഞാണ് പിന്നെ ഓഫീസിലേക്ക് വന്നത്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയം കൊണ്ട് ഉള്ളു കിടുങ്ങിക്കിടുത്തിരുന്നു. പാദങ്ങളിൽ നിന്ന് ആരംഭിച്ച വിറയില് നെറുക വരെ. അപ്സ്റ്റെയറിലാണ് ഓഫീസിന്റെ സബ് ഡിവിഷൻ ഓഫീസ്. പബ്ലിക് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിന്റെ വാതിക്കൽ തറഞ്ഞു നിന്നു. കണ്ണുകളിൽ മൂടൽ. സബ് ഡിവിഷനിൽ ഇരിക്കുന്നവരൊക്കെ അവ്യക്തം. മൂടലിനുള്ളിൽ ശ്രമപ്പെട്ട് മിഴിച്ചു നോക്കാൻ ശ്രമിച്ചു. വിഫലമായ ശ്രമം. സ്വന്തം ഹൃദയമിടിപ്പിപ്പോ വലിയ പെരുമ്പറയായി. ശക്തി ചോർന്നുപോയ നിമിഷത്തിൽ അനങ്ങാനാവാതെ വാതിൽപ്പടിയിൽ പിടിച്ചു നിന്നു. യുവർ പ്രഭ? അപ്പോഴാണ് ചോദ്യം. അമ്പരപ്പോടെ, അതിലേറെ ആശ്വാസത്തോടെ നോക്കി. തന്നെ അറിയുന്ന ഒരാളുണ്ടല്ലോ എന്ന്. മൂടൽമഞ്ഞിന്റെ പാടികൾ വകഞ്ഞു നീക്കി. പതിയെ ആ മുഖം തെളിഞ്ഞു. വിടർന്ന ചെരി, കൊച്ചുകുട്ടികളുടേതുപോലെ നിരയൊത്ത പല്ലുകൾ. ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് അവയിലാണ്. പിന്നെ കുസൃതിയുള്ള കണ്ണുകള്, ചുരുണ്ട മുടി, മെലിഞ്ഞ ദേഹം. ഒട്ടും പരിചയം തോന്നിച്ചില്ല. തികച്ചും അപരിചിതനാണ്. പക്ഷേ ആ ഭാവം തെല്ല് മുഖത്തിലില്ല. പ്രഭ തന്നെയല്ലേ? വീണ്ടും ആ ചോദ്യം. കുടിനീരിറക്കിയിട്ട് മറുപടി പറയാൻ ആശിച്ചു. പക്ഷേ ആ നാവ് ചലനറ്റു. മിണ്ടുകയില്ലെന്നാണോ? ഉച്ചത്തിൽ ചിരിച്ച ആ മനുഷ്യൻ തുടർന്നു. എന്റെ പേര് സലീം. ഇവിടെ ടൈപ്പിസ്റ്റാണ്. കടന്നു വരൂ. എന്തിനു മടിച്ചു നിൽക്കുന്നത്? ജോയിൻ ചെയ്യാൻ വന്നപ്പോഴേ ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചതാണ്. സലീം വാതിൽ കടന്ന് മുൻപിൽ നടന്നു. എന്നിട്ടും അനങ്ങാൻ കഴിഞ്ഞില്ല. കാലുകൾ താഴ്വേരുകളായിട്ട് മണ്ണിൽ പുതഞ്ഞതുപോലെ. വാതിൽ കടന്ന സലീം തിരിഞ്ഞു നിന്നു. കടന്നു വരൂന്ന്. പതിയെ, വളരെ പതിയെ മണ്ണിൽ പുതഞ്ഞിരുന്ന കാല് വലിച്ചു വയ്ക്കുന്ന ആയാസത്തോടെ മുൻപോട്ട് നീങ്ങി. വാതിൽ കടന്നു. മുൻപിലെ തല ഉയർത്തിപ്പിടിച്ച് പൊട്ടിയമരുന്ന ചിരിയോടെ സലീം. മുൻപിൽ വിറയ്ക്കുന്ന പാദങ്ങളോടെ കുനിഞ്ഞ് ശിരസോടെ താൻ. പെട്ടെന്ന് ഡിവിഷനിൽ പൊട്ടിച്ചിരി. നടുക്കം കൊള്ളിക്കുന്ന കൂട്ടച്ചിരി. തറഞ്ഞു നിന്നുപോയി. അമ്പരപ്പാർന്ന് പകച്ചു നോക്കി. സലീമെ ഉഗ്രനായിരിക്കുന്നു. ചിരിക്കുന്നതിനിടയിൽ ഒരാൾ പറയുകയാണ്. സാരിയുടെ അറ്റം കണ്ടപ്പോഴേ നീ എണീറ്റ് പോയത് ഇതിനാണെന്ന് അറിഞ്ഞില്ല. പോസ് കൊള്ളാം. മറ്റൊരാളുടെ വക. വലതുകാൽ ചവിട്ടി കയറിക്കൊള്ളാൻ ഓർമ്മിപ്പിച്ചു താൻ. അതൊക്കെ ഞങ്ങൾ എന്നേ പറഞ്ഞു മനസ്സിലാക്കിയതാണ്. സലീം ഉറക്കെ പറഞ്ഞു. എടോ, മുറിയിൽ കയറുമ്പോ വലതു കൈയിൽ പിടിച്ചിരിക്കണം. അതാണ് ചടങ്ങ്.
ആദ്യത്തെ ആള് നിർത്താൻ പാവില്ല. അതെന്നോട് പറഞ്ഞു തരണോ? ഞാൻ ഈ വാതുക്കലെത്തിയപ്പോഴാണ് പിടിവിട്ടത്. സലീം വിടാതെ പറഞ്ഞു. ഷോ, താൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഒരു റൂം അറേഞ്ച് ചെയ്യുകയില്ലായിരുന്നോ? ഒരാൾ ചോദിച്ചു. വേണ്ട ശ്രീനിവാസ, സലീം പറഞ്ഞു. ഇത് വെറും റിഹേഴ്സലാണ്. അരങ്ങത്ത് വരുമോ എന്തോ. പിന്നെന്താ സംശയം? സലീം കൂസാതെ പറഞ്ഞു. താൻ മിഴിച്ചു നിന്നു. എന്തൊക്കെയാണ് ഈ പറയുന്നത്? തനിക്ക് വഴിതെറ്റിയോ? PhD സബ് ഡിവിഷണൽ ഓഫീസ് തന്നെയല്ലേ ഇത്? അപ്പോഴാണ് ഒരു സ്ത്രീ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത്. പ്രഭേ, ഇവരൊക്കെ എങ്ങനെയാണ്? ആദ്യമായതുകൊണ്ടാണ് വല്ലായ്മ തോന്നുന്നത്. വരൂ. ശ്വാസം നേരെ വീണതുപോലെ താൻ നിശ്വസിച്ചു. ഓ, മോഡി സാർ ഒന്ന് ഷൈൻ ചെയ്തു. കമന്റ് അടികളാണ്. കേട്ടോ മോഡി സാറേ, മേധാവിത്വം പോയി. പുതിയ കക്ഷി കടത്തിവിട്ടു. മണിയപ്പ, ഞാൻ ബാക്കി പറയും, അതോർത്തെ സംസാരിക്കാവൂ. മോളി തിരിഞ്ഞു നിന്ന് നോക്കി പറഞ്ഞു ഗൗരവത്തോടെ. പറഞ്ഞോ മോളി സാറേ, ബാക്കി ഞാനേറ്റു, സലീമ് വിളിച്ചു പറഞ്ഞു. ബഹളത്തിനിടയിൽ അവർ ചൂണ്ടിക്കാട്ടി മേശയ്ക്ക് പിന്നിൽ ഒരു കസേര, തന്നെ കാത്തു കിടക്കുന്ന ഇരിപ്പിടം. അതിലേക്ക് കടന്നിരുന്നു. വാനിറ്റി ബാഗ് ഒതുക്കി പിടിച്ചു. എന്നിട്ട് മുഖമുയർത്തിയപ്പോ തൊട്ട് വലതുവശത്തെ ടേബിളില് ടൈപ്പ് റൈറ്റില് വിരൽ കൊണ്ട് വെറുതെ താളം കൊട്ടുന്ന സലീം. നോക്കുമണിയപ്പ, കക്ഷികൾ ഇടതും വലതുമായിട്ട് ശരിയായിട്ടുള്ള ഇരിപ്പിടം. കമന്റ്. ഇനി മധുരം വെച്ചാൽ മതി. അപ്പോ തലചരിച്ച് ചാഞ്ഞിരുന്ന പുതിയ സലീം തന്നോട് പറഞ്ഞു. പ്രഭ വിഷമിക്കണ്ട, ഞാൻ ഉൾപ്പെടെ ഇങ്ങനെ പറയുമെന്നേ ഉള്ളൂ. നല്ലവരാണ്. എടോ എടോ, ഇടയിലെന്താ കൊച്ചുവർത്താനം? ശല്യം ചെയ്യാതെ മണിയപ്പ, ഞങ്ങളുടെ ക്ഷമ നശിക്കുന്നു, സലീം ഗമയിൽ പറഞ്ഞു. വീണ്ടും കൂട്ടച്ചിരി ഉയർന്നു. പിന്നെ ചിരികൾക്കിടയിൽ ഓരോരുത്തരായിട്ട് അടുത്തെത്തി പരിചയപ്പെട്ടു. ഞാൻ ശ്രീനിവാസൻ, ബിൽ കളക്ടർ. ഞാൻ മണിയപ്പൻ, കാഷ്യർ. മോളി, സീനിയർ ടൈപ്പിസ്റ്റ്. അയ്പച്ചൻ, അപ്പർ ഡിവിഷൻ ക്ലർക്ക്. ശ്രീധരൻ നായർ, അറ്റൻഡർ. പരിചയപ്പെടുത്തലുകൾ, കമന്റ്, തമാശ. അവസാനം സലീമിന്റെ ഊഴം. എന്നറിയാലോ, ഞാനല്ലേ ആദ്യം പരിചയപ്പെട്ടത്? അതെ, ആദ്യമേ പരിചയപ്പെട്ടു. ആ പരിചയം എത്ര പെട്ടെന്ന് വളർന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കം, അടരാനാവാത്ത ബന്ധം, ഇനിയും അടർത്തി മാറ്റാനാവാത്തതുപോലെ മുറുകിയിരിക്കുന്നു. താനെന്തൊന്നും മിണ്ടാത്തത്? സലീമിന്റെ ശബ്ദം. പ്രഭ ചിന്തകളിൽ നിന്നും ഞെട്ടിയുണർന്നു. ഓ, താനിതുവരെ ആ മനുഷ്യന്റെ മുഖത്തൊന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ജാളിതയോടെ ഓർത്തു. ലഞ്ച് ടൈം ആയതുകൊണ്ട് ഭാഗ്യം, ആരും തന്നെ ഡിവിഷനിലില്ല. വരാന്തയിലും പുറത്തുമൊക്കെയാണ്. ശ്രീധരൻ നായർ വാതുക്കല് പുറംതിരിഞ്ഞു നിൽക്കുന്നു. എന്തു ചോദിച്ചാലും തരുവോ? സലീമിന്റെ ശബ്ദം വീണ്ടും. തീർച്ചയായും, പ്രഭ പെട്ടെന്ന് തന്നെ പറഞ്ഞു. അതെന്താ? സലീമിന് കുസൃതി തന്നെ. എന്താണെന്നോ? ചോദിച്ചതുകൊണ്ട് അങ്ങനെ പറയാനാണ് തോന്നിയത്. സലീമിന്റെ സ്വഭാവമാണിത്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അധികവും തമാശകള്. ഓഫീസിൽ എപ്പോഴും ചിരിയുടെ അലർജികളാണ്. സലീം പറഞ്ഞത് സത്യം തന്നെ. എല്ലാവരും നല്ലവരാണ്, ആത്മാർത്ഥതയുള്ളവര്, പരസ്പരം അറിഞ്ഞു സഹായിക്കുന്നവരും സ്നേഹിക്കുന്നവരും. ഒരു വീട് പോലെ, സ്വന്തം സഹോദരങ്ങൾ പോലെ. പ്രഭ എല്ലാം കാണുമ്പോ അത്ഭുതമാണ്. ചോദിച്ചുകൊണ്ട് മാത്രം സലീം എടുത്തു ചോദിച്ചു. ആവോ? അല്ലാതെ. സലീം നിർത്തി. അല്ലാതെ? പ്രഭ ചോദ്യഭാവത്തില്. ആത്മാർത്ഥമായി പറഞ്ഞതല്ലേ. എന്തെങ്കിലും തരുന്നതിലാണോ ആത്മാർത്ഥത നിർലിക്കുന്നത്? ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. ആട്ടെ, എന്താ സലീമിന് വേണ്ടത്? ഒന്നും വേണ്ട. പിന്നെ ചോദിച്ചത്? വെറുതെ. സലീം ചിരിച്ചു. അങ്ങനെ ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? അല്ലടോ, എനിക്ക് പ്രത്യേകമായിട്ടൊന്നും വേണ്ട. പക്ഷെ എല്ലാവർക്കും ഉഗ്രം ചെലവ് ചെയ്യണം. ആദ്യത്തെ ശമ്പളല്ലേ, അത് ചെയ്യാം. അപ്പോ പ്രഭയ്ക്കൊരു നിരാശ തോന്നി. എനിക്കിത് വേണമെന്ന് പറഞ്ഞു. സലീം എന്തിന്റെ പേരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് വെറുതെ ആശിച്ചു. കേട്ടോ അയ്പച്ച? ഓഫീസിലേക്ക് കടന്നു വന്ന അയ്പച്ചനോട് സലീം വിളിച്ചു പറഞ്ഞു. താനെന്തിനാണോ ഇങ്ങനെ ബഹളം വെക്കുന്നത്? മുകളിലേക്ക് മുഖാൽപ്പ് ഉയർത്തിപ്പിടിച്ച് അയ്പൻ ചോദിച്ചു. ഊണ് കഴിഞ്ഞ് വെറ്റിലയും പാക്കും കുട്ടി സുഭിക്ഷമായി മുറുക്കി ചോപ്പിച്ച് കടന്നു വരികയായിരുന്നു അയ്പച്ചൻ. ഇരുനിറത്തിലധികം കറുപ്പ്, കുടവയറ്, ഓയിൽ ഡബിളും ജുബയുമേ ധരിക്കൂ. 40-ലധികം പ്രായമുണ്ടാവും. പ്രഭയെ ചൂണ്ടി സലീം പറഞ്ഞു. ഇയാള് ചെലവ് ചെയ്യുന്നു. നാളെ ചോറ് കൊണ്ടുവരണ്ട. ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ഇന്നേ ഓർഡർ ചെയ്തേക്കാം. തനിക്ക് കിറുക്ക. ആ പെങ്കൊച്ചിന്റെ പൈസ ചെലവാക്കാൻ ഒരു വഴി. ജനലിലൂടെ താഴേക്ക് നീട്ടി തുപ്പിയിട്ട് അയ്പച്ചൻ തുടർന്നു. പ്രഭക്കൊച്ചെ, ഇവരുടെ വലയിൽ വീഴരുത്. ഇവിടെ കുറെ പേരുണ്ട്. മറ്റുള്ളവരെ വധിക്കാൻ മിടുക്കന്മാരാ. സ്ഥിരം ജോലിയാണിത്. സ്വന്തം പോക്കറ്റിലെ പൈസ ചെലവാക്കില്ല. വയറു വീർക്കുകയും ചെയ്യും. കുട്ടിക്ക് നിർബന്ധം തോന്നിയ 1-2 ചോക്ലേറ്റ് വാങ്ങി ഓരോരുത്തർക്കും കൊടുക്കൂ. അത് മതി. എന്നാ ജീരകമിട്ടായി മതി. സലീമിന് ദേഷ്യം വന്നു. ഇഷ്ടമില്ലാത്തവരും മിണ്ടാതിരുന്ന പോരെ, മറ്റുള്ളവരെ കൂടി ബേജാറാക്കണോ? അത് കേട്ടപ്പോ അയ്പച്ചൻ പൊട്ടിച്ചിരിച്ചു. കുമ്പ കുലുങ്ങി. കറുത്ത മുഖമുള്ള വെളുത്ത പല്ലുകളിൽ ചുവപ്പ് തിളങ്ങി. വായിൽ നിന്നും ചുവന്ന തുപ്പല് തെറിച്ചു. മുമ്പിലിരിക്കുന്ന സലീമിന്റെ വെള്ള ഷർട്ടിൽ ചുവന്ന പൊട്ടുകള്. ദേഷ്യത്തെക്കാൾ സങ്കടമായി സലീമിന്. അത് കണ്ടപ്പോ പ്രഭയ്ക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. ചിരിച്ചുപോയി. അകത്തേക്കപ്പോ കടന്നു വന്ന മണിയപ്പനും മോളിയും.
എന്തിന് ശ്രീധരൻ നായർ പോലും ചിരിച്ചു. കൂട്ടച്ചിരി. ഉച്ചയ്ക്ക് ശേഷം സലീം ഒന്നും മിണ്ടിയില്ല. പ്രഭ അത് ശ്രദ്ധിച്ചു. എന്തുപറ്റി ഇഷ്ടനെ? അങ്ങനെ ഒരു പതിവില്ലല്ലോ. വായ്തൊരാതെ സംസാരിക്കുകയും കൊച്ചുകുട്ടികളെ പോലെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിരം ജോലിയാണ്. ഷട്ടിൽ തെറിച്ച തുപ്പൽ ബാത്റൂമിൽ പോയി കഴുകി വെടുപ്പാക്കിയിരുന്നു. എങ്കിലും ചുവപ്പ് കളറ് തെളിഞ്ഞു നിന്നിരുന്നു. കഴുകി വരുമ്പോഴൊന്നും കണ്ട ഭാവം നടിച്ചുമില്ല. എന്തൊരു ഗൗരവം മുഖത്ത്. കൈവിരലുകൾ അനുസൃതം ടൈപ്പ് ചെയ്യുകയാണ്. കണ്ണുകള് ടൈപ്പ് ചെയ്യുന്ന മാറ്ററിൽ തന്നെ. അനക്കമില്ല. യാതൊരു ഭാവവ്യത്യാസമില്ല. പ്രഭയ്ക്ക് ചിരി പൊട്ടി. വിടാൻ ഭാവമില്ലായിരുന്നു. അതുകൊണ്ട് കുത്തി കുത്തി ചോദിച്ചു. സൈകെട്ടപ്പോ പൊട്ടിത്തെറിച്ചതുപോലെ ഒരു ചോദ്യം. മനുഷ്യരെ കൊച്ചാക്കാൻ നല്ല വശമാണല്ലേ? ഞാനാ കൊച്ചാക്കിയത്? പ്രഭ അന്തം വിട്ടു. മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിഞ്ഞു. എല്ലാവരും അവരെ നോട്ടമിട്ടു. സലീം അത് ശ്രദ്ധിച്ചെങ്കിൽ പോരെ? കളിയാക്കി ചിരിക്കാൻ താനല്ലേ മുൻകൈ എടുത്തത്? തികച്ചും ഗൗരവം തന്നെ. അത്രേ ഉള്ളൂ. അതാണോ ഈ ഗൗരവത്തിന് പിന്നില്? പ്രഭ വീണ്ടും ചിരിച്ചു. അല്പ ഉച്ചത്തിൽ തന്നെ. സലീം പല്ലുകടിച്ചു. മുഖത്ത് ദേഷ്യം എരമ്പിക്കയറി. അധ്യായം 2. രാവിലെ ഓരോരുത്തരായിട്ട് എത്തുന്നതേ ഉള്ളൂ. പ്രഭയുടെ ബസ് 9:30 മുൻപ് എത്തും. സബ് ഡിവിഷണൽ ഓഫീസ് വിജനമാണ്. മറ്റു ഡിവിഷൻ ഓഫീസുകളിലേക്ക് പോകുന്നവരെ സ്റ്റെയർ കേസിൽ കൂടി കടന്ന് അവൾക്കരികിലൂടെ മുൻപോട്ട് പോയി. ചിലര് കണ്ടഭാവം നടിച്ചില്ല. ചിലര് പുഞ്ചിരിച്ചു കുശലം ചോദിച്ചു. വരാന്തയിലെ തൂണിൽ ചാരി പ്രഭ നിന്നു. ഓഫീസ് കെട്ടിടത്തിന്റെ മതിലിനപ്പുറത്തു കൂടെ ഒഴുകുന്ന ചെറിയൊരു നദിയുണ്ട്. നദിയിൽ വെള്ളം അല്പാൽപമേ ഉള്ളൂ. നദിക്ക് കുറുകെ ഒരു പാലം. അകലെ പാലത്തിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പാലത്തിനക്കരെയാണ് ബസ് സ്റ്റോപ്പ്. ബസ് നിൽക്കുന്നതും ആളുകൾ ഇറങ്ങുന്നതും കയറുന്നതും പ്രഭ വെറുതെ നോക്കി നിന്നു. പ്രഭേ, തൊട്ടു പിന്നിൽ ഒരു ശബ്ദം. അവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. സലീം. പ്രഭ ചിരിച്ചു. ചിരിച്ചുകൊണ്ട് തന്നെ അവളെ ബാഗിൽ നിന്നും മിഠായി പാക്കറ്റ് എടുത്ത് നീട്ടി. ചിക്കൻ ബിരിയാണി എന്നുള്ളത് പ്യാരി മിഠായിൽ എത്തിച്ചിരുന്ന ഇന്നലെ. പുഞ്ചിരിയോടെ സലീം അത് സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, എല്ലാവർക്കും കൊടുത്തോ? ഇല്ല. എന്തേ? ആരും വന്നില്ല. പിന്നെ പെട്ടെന്ന് സലീം തന്റെ കൈ നീട്ടി. നീട്ടിയ കൈകളിൽ പ്രഭ അമ്പരപ്പോടെ കണ്ടു 2 കാഡ്ബറീസ് മിഠായികള്. കൈനീട്ടി അതെടുത്തുകൊണ്ട് അവള് ചോദിച്ചു, ഇതെന്തിനാണ്? തനിക്ക് മാത്രമല്ല, എനിക്കും ഇന്നലെ ശമ്പളം കിട്ടി. പക്ഷേ ആദ്യത്തെ ശമ്പളമല്ലല്ലോ. ആദ്യം മുതൽ അവസാനം വരെ ഓരോ പ്രത്യേകത കാണും. അതാണ് എനിക്കിഷ്ടം. അത് കേട്ടപ്പോ പ്രഭ ഊറിച്ചിരിച്ചു. എന്നിട്ട് തന്മയത്വത്തോടെ ചോദിച്ചു, ഇന്നലത്തെ ഇത്ര ഗൗരവം ഇത്ര പെട്ടെന്ന് തീരുമെന്ന് ഞാൻ ഓർത്തില്ല. അതിനുത്തരം പറയാതെ പൊട്ടിച്ചിരിച്ചു സലീം. എന്നിട്ട് ഓഫീസിനുള്ളിലേക്ക് കടന്നു. പിറകെ ചെന്ന പ്രഭയോട് തിരിഞ്ഞു നിന്നിട്ട് അയാൾ പറഞ്ഞു, എഇക്ക് കൂടി കൊടുക്കണം. ആളൊരു പാവാണ്. കണ്ടാത്തൊന്നും കാടനാണെന്ന്. ശരി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ക്യാബിനിലേക്ക് അവൾ നോക്കി. ചില്ലിനിടയിലൂടെ കാണാം. ക്യാബിൻ ശൂന്യമാണ്. മൂപ്പരെത്തിയിട്ടില്ല. എത്താൻ സമയമായിട്ടില്ല. തന്റെ കസേരയിൽ പ്രഭ വന്നിരുന്നു. വാനിറ്റി ബാഗ് കസേരയുടെ കയ്യിൽ തൂക്കിയിട്ട് മേശമേൽ ഇടതു കൈ മുട്ടൂന്നി. തല ചരിച്ചിരുന്ന് അവൾ പതിയെ പറഞ്ഞു, കേട്ടോ സലീം, തമാശ കണ്ടാലേ ഞാൻ ചിരിക്കും. കേട്ടാൽ ചിരിക്കും. അതിന് പരിഭവിച്ചിട്ടോ കോപിച്ചിട്ടോ കാര്യമില്ല. അതിന്റെ നേച്ചറായിപ്പോയി. അടികിട്ടാനിട്ടാണ്. സലീം ഗൗരവം ഭാവിച്ചു പറഞ്ഞു. ആവോ? പ്രഭ ചിരിച്ചു. എന്റെ വീട്ടിലെ ചിരിക്കുടുക്കയാണ് ഞാൻ. അയൽക്കാർക്ക് പോലും എന്റെ ചിരിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. നിസാരം തമാശകൾക്ക് പോലും എന്നെ രസിപ്പിക്കാൻ പറ്റും. ചുരുക്കത്തില് ഒരു സൗഹൃദയനാണെന്ന് സമർത്ഥിച്ചു. സലീം പറഞ്ഞു. ചിരിക്കാൻ തുടങ്ങി. ആട്ടെ, സലീം വീട്ടിലും എങ്ങനെയാണോ? പ്രഭ ചോദിച്ചു. എങ്ങനെ? സലീമിന് ചോദ്യം മനസ്സിലായില്ല. ഇതുപോലെ തമാശകള് ബഹളം വെച്ച്. അതെ. ചിരി നിർത്താതെ തന്നെ സലീം പറഞ്ഞു. ഇത് എന്റെ നേച്ചറാണ്. ആരും പരിഭവിച്ചിട്ടോ കോപിച്ചിട്ടോ കാര്യമില്ല. തമാശകൾ പറയുക, അത് ആസ്വദിക്കുക, ചിരിക്കുക. ഒന്ന് നിർത്തിയിട്ട് ഗൗരവമുള്ള എന്തോ കാര്യം പറയുന്ന ഭാവത്തിൽ തുടർന്നു. ജനനവും മരണവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രതിഭാസങ്ങള്. ഇടവേളയിലെ ജീവിതം ജീവിച്ചു തന്നെ തീർക്കണം. രസിക്കാനും സന്തോഷിക്കാനും കഴിയണം. ചിന്തിച്ചാൽ ദുഃഖിക്കാനും കരയാനും മാത്രമുള്ള വക എല്ലാവർക്കും ഉണ്ട്. എനിക്കും. പക്ഷെ ഞാനതിന് മെനക്കെടാറില്ല. വഴക്കിടാനും പിണങ്ങാനും ശ്രമിക്കാറുമില്ല. ആരുടെ സ്വഭാവമാണ് ഇതിൽ ബെറ്റർ? മോളി കടന്നു വന്നു. 35-ലധികം പ്രായമുള്ള ഒരു പ്രൗഢയാണവര്. അത്രയും തോന്നിക്കില്ല. തോന്നാതിരിക്കാൻ ശ്രദ്ധാപൂർവം മേക്കപ്പ് ചെയ്ത് അണിഞ്ഞൊരുങ്ങിയേ മോളി നടക്കാറുള്ളൂ. 25-ലധികം തോന്നിക്കില്ല എന്ന് മുഖത്തു നോക്കി പറഞ്ഞ് സലീം അവരെ കളിയാക്കാറുണ്ട്. എന്റെ സ്വഭാവം ബെറ്റർ ആണെന്ന് പ്രഭ പറയുകയായിരുന്നു. സലീം പറഞ്ഞു. ഓഹോ, അപ്പൊ എന്താ പ്ലാൻ? തന്റെ ഇരിപ്പിടത്തിലിരുന്ന് മോളി ചോദിച്ചു. പ്ലാനോ? പ്രഭയ്ക്ക് വിരോധമില്ലെന്ന് സലീം ചിരിയോടെ പറഞ്ഞു. വിരോധമില്ലെന്നോ? എന്തിന്? മോളി ചോദിച്ചു. മുൻപോട്ട് തുടർന്നു പോകാൻ സലീം പെട്ടെന്ന് നിർത്തി പ്രഭയെ നോക്കി.
അവള് തിരിഞ്ഞു. എന്തു തുടരാൻ? മോളിക്ക് അപ്പോഴും ഒന്നും മനസ്സിലായില്ല. എന്തിനാ ഇത്രയും പ്രായമായത്? സലീം ചോദിച്ചു ചിരിയോടെ തന്നെ. മറ്റുള്ളതൊക്കെ പോട്ടെ, 2 കുട്ടികളുടെ അമ്മയല്ലേ, ഒരു ഭർത്താവില്ലേ, നല്ല ഗ്രഹപ്പിഴ, മോളി പറഞ്ഞു. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? എന്താ മോളി സാറേ? ശ്രീനിവാസൻ കടന്നെത്തി, കൂടെ അയ്പച്ചനും. എന്റെ ശ്രീനിവാസ, ഈ സലീം എന്തൊക്കെയോ പറയുന്നു, മോളി പരാതി പോലെ പറഞ്ഞു. അയാളുടെ കിറുക്ക് നമുക്കറിയില്ലേ മോളി സാറേ. ശ്രീനിവാസൻ ബാഗ് മേശമേൽ വെച്ചിട്ട് നേരെ പിറകിലുള്ള ലാട്രിനിലേക്ക് കടന്നുപോയി. കേട്ടോ അയ്പച്ച? സലീം പതിയെ തുടർന്നു. പ്രഭയെ ചൂണ്ടി. ഞാനിയാളെ ഇനി പ്ര എന്നെ വിളിക്കൂ, എന്നുവെച്ചാൽ സ്നേഹം കാരണം മുഴുവൻ പേര് വായിലെത്തുന്നില്ലെന്നർത്ഥം, അയ്പച്ചൻ ചോദിച്ചു. എന്നിട്ടും കുലുങ്ങിച്ചിരിച്ചു. കണ്ടോ? സലീം വിജയഭാവത്തിൽ പറഞ്ഞു. ആണുങ്ങൾക്ക് ആണുങ്ങളുടെ കാര്യം പിടികിട്ടി. ഏതാനും ചില പെണ്ണുങ്ങൾക്കും. മോളി തിരിച്ചടിച്ചു. അപ്പൊ കടന്നെത്തിയ മാണിയപ്പൻ ഉൾപ്പെടെയുള്ളവരുടെ ചിരി പെട്ടെന്ന് നിന്നു. കാരണം ജോൺസ് കറിയ തന്റെ ക്യാബിനിലേക്ക് കടന്നു വന്നു. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ കടന്നിരുന്നു. പിന്നെ പതിയെയായി സംസാരം. ഫയൽപാട് കെട്ടഴിച്ചുകൊണ്ട് അമർത്തിയ സ്വരത്തില് പ്രഭ പരിഭവത്തോടെ ചോദിച്ചു. എന്താ സലീം ഇത്? എന്തൊക്കെയാ ലക്കില്ലാത്തതുപോലെ വിളിച്ചു പറയുന്നത്? അതിനെന്താ? സലീമിനത് നിസാരം. എന്നിട്ട് തിരിഞ്ഞ് മോളിയോട് പറഞ്ഞു. അങ്ങനെയല്ല മോളി സാറേ, ഏതായാലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരാ. പിന്നെ ഇപ്പോ അതൊന്ന് പറഞ്ഞാലെന്ത്? പ്രഭ നടുങ്ങി. ഈശ്വര, എന്തായി പറയുന്നത്? ഇത് കേൾക്കുന്നുണ്ടോ മണിയപ്പ? മോളി ചോദിച്ചു. ഇവരൊന്നിച്ച് ജീവിക്കാൻ പോകുന്നുവെന്ന്. എന്റെ മോളി സാറേ, ഞാൻ ഈ നാട്ടുകാരനെയല്ലേ? മണിയപ്പൻ ഒഴിഞ്ഞു മാറി. ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ വൈകിട്ട് സലീം കൂടെ കിടത്തുകയില്ല അല്ല മണിയപ്പ? ശ്രീനിവാസൻ എടുത്തു ചോദിച്ചു. അതുകൊണ്ട് പീലാത്തോസിന്റെ കയ്യെഴുകൽ പരിപാടി നടത്തിയേ പറ്റൂ. നടക്കട്ടെ. അയ്പച്ചൻ വിഷയത്തിലേക്ക് വന്നു. 2 പേർക്കും ജോലി, അതും ഒരേ ഓഫീസില്, ഇടതും വലത്തും, രാവും പകലും ഒരുമിച്ച്. ആ, ഓരോരുത്തരുടെ യോഗം. അയ്പച്ചൻ നെടുവീർപ്പെട്ടു. 2 പേരുടെയും വീട്ടിലറിയിക്കണ്ടേ? യോഗമൊക്കെ തെളിയുന്നത് അപ്പൊ കാണാം. മോളി വിട്ടില്ല. അറിഞ്ഞാലെന്ത്? സലീമിന് വാശിയായി. ബാപ്പ ആവശ്യത്തിന് കെട്ടി, എന്നേക്കാൾ ചെറുപ്പത്തിൽ തന്നെ. ഞാൻ ഉണ്ടാവുകയും ചെയ്തു. ഇനി എനിക്ക് കെട്ടണം. ബാപ്പ വഴിമാറി തന്നേ പറ്റൂ. പക്ഷെ പുന്നാര ബാപ്പയുടെ നിഴൽ കാണുമ്പോ മോന്റെ മുട്ടുകൂട്ടിയിടിക്കും, മണിയപ്പൻ പറഞ്ഞു. ഓ, ഇക്കാര്യത്തിന് നല്ല തന്റെ ഇടമുണ്ട്, സലീം വീറോടെ പറഞ്ഞു. സലീം, പ്രഭ വിളിച്ചു താക്കിയതുപോലെ. എന്താ ഇത്? എന്തൊക്കെയാ പറയുന്നത്? അവളുടെ മുഖം വിളറിയിരുന്നു. സലീം അത് ശ്രദ്ധിച്ചു. തമാശ പറഞ്ഞതാടോ. താൻ ബേജാറായോ? താനിതൊക്കെ ആസ്വദിക്കുമെന്ന് പറഞ്ഞിട്ട്? ഇതൊക്കെയാണോ തമാശ? അല്പം ഗൗരവത്തിൽ തന്നെ പ്രഭ പറഞ്ഞു. തമാശയ്ക്കൊരു ലിമിറ്റ് ഉണ്ട്. ഞാൻ ലിമിറ്റ് വിട്ടോ? ഇല്ലേ? ലിമിറ്റ് ഇല്ലാതെ എന്താ പറഞ്ഞത്? നമ്മള് പ്രഭ ഒന്നറച്ചു. പിന്നെ ധൈര്യപൂർവ്വം പറഞ്ഞു. നമ്മളൊന്നാകാൻ പോകുന്നു മറ്റും. എന്താ പാടില്ലെന്നുണ്ടോ? പെട്ടെന്ന് സലീമിന്റെ ചോദ്യം. പ്രഭ പിന്നെയും നടുങ്ങി. അവള് അയാളെ തുറച്ചു നോക്കി. ഒരു നിമിഷം കഴിഞ്ഞ് നോട്ടം പിൻവലിച്ചു. പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ ഫയലില് കണ്ണുകൾ നട്ടു. പുഞ്ചിരിയോടെ സലീം എണീറ്റു. പ്രഭ ഏൽപ്പിച്ച മിഠായി പാക്കറ്റുകളായി മറ്റുള്ളവരെ സമീപിച്ചു. വിതരണം ആരംഭിച്ചു. എന്താ പാടില്ലെന്നുണ്ടോ? ആ ചോദ്യം മനസ്സിൽ തേട്ടി വന്നു പ്രഭയ്ക്ക്. പാടില്ലെന്നുണ്ട്. തീർച്ചയായും അത് പാടില്ലാത്തതാണ്. വീട്ടിലെത്തിയിട്ടും വൈകിട്ട് ഉറങ്ങാൻ കിടന്നിട്ടും പ്രഭയുടെ മനസ്സിൽ ഉയർന്നു നിന്നത് ആ ചോദ്യം മാത്രമായിരുന്നു. എന്താണ് സലീമിന്റെ ഉദ്ദേശം? എന്തിനാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? വെറുതെയാവും, അല്ലെങ്കിൽ തന്നെ അതെങ്ങനെ സാധ്യമാവും? ഇരുവരും തമ്മിലുള്ള അന്തരം അത്ര വലുതാണ്. താന് ഒരു ഈഴവ സ്ത്രീയാണ്. ഒരു ജീവിതകാലം മുഴുവൻ കല്ലുമടകളിൽ അധ്വാനിച്ച് വിയർപ്പൊഴുക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു പാവപ്പെട്ട കല്ലുവെട്ടുകാരന്റെ മകള്. പട്ടിണിയും കഷ്ടതയും കോലം വരച്ച മുഖം. സലീമോ പേരുകേട്ട പഴയ തറവാട്ടിലെ മുസ്ലിം പയ്യൻ. പണത്തിന്റെ കാര്യത്തിലും സാമാന്യം നല്ല നിലവാരമുണ്ട്. പണവും പ്രതാപവും കാറ്റിൽ പറത്താം. പക്ഷെ ജാതി, ഒരു മുസ്ലിം ഒരു ഈഴവ സ്ത്രീയും. ഓർക്കുമ്പോ തലകറങ്ങും. വേണ്ട, ആ മനുഷ്യനുമായിട്ട് ഇനിയൊരു ബന്ധം പാടില്ല. ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ട് ഇത്രയേറെ അടുത്തു? അതിന് ഉത്തരവില്ലല്ലോ. ഒന്ന് തീർച്ചയാണ്, അടുപ്പത്തിന് തന്നെക്കാൾ മുൻകൈ എടുത്തത് സലീമാണ്. പ്രഭയുടെ ചിന്തകൾ മുറിഞ്ഞുപോയത് പെട്ടെന്നാണ്. തൊട്ടടുത്ത് കിടന്നിരുന്ന അനുജത്തി പ്രേമ തിരിഞ്ഞു മറിഞ്ഞ് ഉറക്കത്തിൽ തന്നെ അറിയാതെ തന്റെ വലതുകരം പ്രഭയുടെ ദേഹത്തേക്ക് ചുറ്റി വരിഞ്ഞു. ഉറക്കത്തിന് ഭംഗം വരാത്ത വിധം കൈ പതിയെ വിടുവിച്ചുകൊണ്ട് പ്രഭ നെടുവീർപ്പെട്ടു. പ്രേമ പീഡിഗ്രിക്ക് പഠിക്കുകയാണ്. 18 വയസ്സേ ഉള്ളൂ. പക്ഷെ പ്രായത്തേക്കാൾ വളർച്ചയെത്തിയിരിക്കുന്നു. വലിയൊരു പെണ്ണ്. തന്നേക്കാൾ തടിയുണ്ടെന്ന് തോന്നും. പഠിക്കാൻ പെണ്ണ് പിറകോട്ടാണ്. മൂളിപ്പാട്ടും പാടി നടക്കാനാണ് ഏറെ ഇഷ്ടം. ഭിത്തിയരികിൽ ചേർന്നാണ് ജയൻ ഉറങ്ങുന്നത്. 10ാം ക്ലാസ് പഠിക്കുകയാണ്.
അവൻ പഠിക്കാൻ മിടുക്കനുമാണ്. പക്ഷെ തെല്ലും അനുസരണയില്ല, ആ ഒരു ശീലവും ഇല്ല. തന്റെ അടിയാണ് ഇത്ര ചെറുപ്പത്തിലെ തന്നെ സ്വാശ്രയശീലം വളർത്തുന്നവൻ. ഓർത്തപ്പോ വീണ്ടും നെടുവീർപ്പടക്കാനേ കഴിഞ്ഞുള്ളൂ. പുറത്ത് പൗർണമി വെള്ളിത്തളിക പോലെ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രൻ. താരകങ്ങളുടെ ഒരംശം ഓലപ്പഴുതിലൂടെ കാണാം. ടോർച്ചിൽ നിന്നെന്ന പോലെ ഓലപ്പഴുതിലൂടെ പാഞ്ഞു വന്ന് തറയിൽ വൃത്തങ്ങൾ സൃഷ്ടിക്കുന്ന നിലാവെളിച്ചം. ഈ വർഷം പുര മേഞ്ഞിട്ടില്ല. മേഞ്ഞിരുന്ന പനയോലയുടെ ഇറുക്കിൽ തെളിഞ്ഞിരിക്കുന്നു. മുകളിലേക്ക് നോക്കിയിരുന്ന് അച്ഛൻ നെടുവീർപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പുരയ്ക്കുള്ളിലിരുന്ന് ആകാശത്തിന്റെ നിറം കാണുന്നതിനാകാം. പാവപ്പെട്ട ഒരു കല്ലുവെട്ടുകാരന്റെ നിസ്സഹായതയുടെ പ്രതിഫലനം. രണ്ടോ മൂന്നോ ആളുതാഴ്ചയുള്ള കല്ലുമടയിലെ കയ്യും മഴവും ഇഴുകിച്ചേർന്ന് എത്ര വിയർപ്പൊഴുക്കിയാലും കഷ്ടിച്ച് ഈ വീട്ടിലെ ചെലവ് നടക്കൂ. നല്ല പണിക്കാരനാണ് അച്ഛൻ. സാധാരണക്കാരേക്കാൾ 25-30 കല്ലുകള് അച്ഛൻ കൂടുതൽ വെട്ടിയെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ഏറ്റെടുക്കുന്ന ആള് അച്ഛനെ ഒരിക്കലും ഒഴിവാക്കാറില്ല. പപ്പു കൈവേഗതയുള്ളവനാണ്. അളവും ആകൃതിയും മൊത്ത കല്ല് വെട്ടിയെടുക്കും. ചെത്തിത്തീർത്തത് പോലെയാവും വെട്ടിയെടുത്തിരിക്കുന്നത് കണ്ടാൽ. അഭിപ്രായം കേട്ടിട്ടുള്ളതാണ്. എന്നാലും എത്ര ജോലി ചെയ്താലും വീട്ടിലെ ചെലവിന് തികയാറില്ല. തന്റെ പഠിത്ത ചെലവ് അത് തീർന്നപ്പോ ഇളയവരുടേത്, പിന്നെ എന്തെല്ലാം. എല്ലാ ചെലവുകളും വഹിക്കുവാൻ 2 കൈകൾ മാത്രം, എല്ലാ ഭാരവും താങ്ങുവാൻ ഒരു ശിരസ് മാത്രം. ആ കൈകൾ കുഴയാറുണ്ടായിരുന്നു. ശിരസ് ഭാരം കൊണ്ട് കുനിയുന്നു, കഴുത്തൊടിയുന്നു. ഒരു കുടുംബത്തിന്റെ വഹിക്കാനാവാത്ത ഭാരം, ചെലവുകള്, എല്ലാ ചെലവുകളും ഒരേ ഒരാൾ മാത്രം ജോലി ചെയ്യാന്. പാവം അച്ഛൻ. എല്ലുന്തിയ ആ ശരീരം തകരുന്നു. ഓരോ ദിവസവും വൈകിട്ട് കുഴമ്പ് തേച്ച് വെള്ളം ചൂടാക്കി ആവി പിടിപ്പിച്ച് ആശ്വസിപ്പിച്ചാണ് തഴപ്പായിൽ കിടന്നുറങ്ങുക. തളർന്ന് ആ തളർച്ചയെ അല്പമെങ്കിലും അകറ്റാൻ അമ്മ തന്നാലാവുന്നതും ചെയ്യുന്നു. കിട്ടുന്ന വിലയ്ക്ക് തഴ വാങ്ങിക്കും. അതുകൊണ്ട് ഭംഗിയായിട്ട് പായകൾ നെയ്യാൻ അമ്മയ്ക്ക് നല്ല വശമാണ്. ഒരു ദിവസം ഒരു പായ് നെയ്യും. രാവിലെ പായയുടെ ഒരു മൂല മുതൽ ആരംഭിച്ച വൈകിട്ട് അവസാനത്തെ മൂലയുമായി കൂട്ടിത്തീർത്തിട്ടേ അമ്മ എണീക്കൂ. പിറ്റേന്ന് നെയ്യാനുള്ള തഴ ഏറ്റി ഒരു വലുപ്പത്തിൽ കീറി അടുക്കി കെട്ടി വെച്ചിട്ടേ ഉറങ്ങാൻ കിടക്കൂ. ഒരു കിടക്കപ്പായ്ക്ക് കഷ്ടിച്ച് 10 രൂപ കിട്ടും. തഴയുടെ വില കഴിച്ചാൽ കിട്ടുന്ന തുക തുച്ഛാണ്. എന്നാലും അതിൻ്റെതായ ആശ്വാസം. ചാണകം മെഴുകിയ തറയിലെ അല്പം പൊക്കമുള്ള ചെറിയ പലകയിട്ട് കുന്തിച്ചു കുനിഞ്ഞ് ഒരേ ഇരിപ്പാണ്. കൈകൾ മാത്രമേ ചലിക്കൂ. തഴച്ചീന്തുകള് കൈകൾക്കിടയിലൂടെ നെയ്തു തീരുമ്പോ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കും. കൈവിരൽ ഞൊട്ട പൊട്ടിക്കുന്നത് പോലെ. പ്രഭ സങ്കടത്തോടെ ഓർത്തു, ഈ വിഷമങ്ങളും ദുഃഖങ്ങളും എന്നാണ് അവസാനിക്കുക? ആകെയുള്ളത് 10 സെന്റ് സ്ഥലം, അതിൽ ചെറിയൊരു കൂര, ചാണകം മെഴുകിയ തറയും ഓലമേഞ്ഞ മേൽക്കൂരയും. ദിവസവും 100 കണക്കിന് കല്ലുകള് വെട്ടിയെടുക്കുന്നതാണ് അച്ഛൻ. പക്ഷെ സ്വന്തം വീടിന്റെ ഭിത്തികള് മണ്ണിന്റെ ഇഷ്ടികയാണ്. ഈശ്വര, ഈ ഭിത്തികൾ എന്ന് കെട്ടാനാകും? ഈ തറയിൽ എന്നെന്ന് സിമന്റ് ഇടാനാവും? മേൽക്കൂരയിൽ ഓടിട്ട് എത്ര 1000 രൂപ വേണം? ഓടിട്ട് വെള്ള തേച്ച് സിമന്റിട്ട് സുന്ദരമായ ഒരു കൊച്ചു വീടിനെ കുറിച്ച് പ്രഭ ഭാവന ചെയ്തു. അതിനുള്ളിൽ സന്തോഷപൂർവ്വം ജീവിക്കുന്ന അച്ഛനും അമ്മയും. എന്തേ ഇതൊക്കെ എന്ന് സാധിക്കാനാണ്? ഇങ്ങനെ എങ്ങനെ സാധിക്കുവാനാണ്? മുട്ടിടാത്ത ആശകള്, നിറം മങ്ങുന്ന പ്രതീക്ഷകള്. എല്ലാ പ്രതീക്ഷകളും ഇന്ന് തന്റെ മേലാണ്. അമ്മയുടെ, അച്ഛന്റെയും കൂടപ്പിറപ്പുകളുടെയും. പ്രേമയ്ക്ക് വാച്ച്, ജയന് ഷർട്ടും പുണ്ടും. ജയന്റെയും അച്ഛന്റെയും ആവശ്യങ്ങള് അന്തമില്ലാത്തവയാണ്. അതുകൊണ്ടാവാം ഒന്നും പറയാറില്ല, ആവശ്യപ്പെടാറുമില്ല. അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, ചെറുതെങ്കിലും വൃത്തിയും ഭംഗിയുള്ള ഒരു കൊച്ചു വീട്, കഴുത്തിലിടാൻ പൊന്നിന്റെ തരി, പുറത്തേക്കൊന്നിറങ്ങിയ ഒരു നല്ല പുടവയും നേരിയതും. പക്ഷെ ഇതൊക്കെ ഉള്ളിലടക്കുകയുള്ളൂ, തുറന്നു പറയാറില്ല. എന്നാൽ എല്ലാവരുടെയും ആശകളും പ്രതീക്ഷകളും തനിക്കറിയാം. തനിക്ക് മാത്രം പ്രതീക്ഷകളൊന്നുമില്ലേ? പ്രഭ നെടുവീർപ്പെട്ടു. എല്ലാവരും തന്നെ നല്ല സ്വഭാവ ഗുണമുള്ളതായിട്ട് കാണുന്നു. അയൽക്കാരും തന്നെ വിരോധഭാവം ഭാവിക്കാറില്ല. അവരോടൊക്കെ ചിരിക്കാനും തമാശ പറയാനും കൂട്ടുചേരാറുമുണ്ട്. ചീത്തയായിട്ടൊന്നും പറയുവാനുള്ള അവസരം ഇതുവരെ തനിക്ക് നൽകിയിട്ടില്ല. ഒരിക്കലും ഒരു മോശ അഭിപ്രായമോ അപവാദമോ തന്നെ കുറിച്ചുണ്ടായിരുന്നെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കൗമാരത്തിന്റെ എടുത്തിയാട്ടങ്ങളിൽ യൗവനത്തിന്റെ തൃഷ്ണവികാരങ്ങളും എല്ലാം താൻ അടിപതറാതെ നിന്നു. മനസ്സ് ദൃഢമാക്കിയിരുന്നു. കോളേജിൽ 5 വർഷം പഠിച്ചു. അന്നൊക്കെ മനസ്സ് പുസ്തകങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്നു. കുട്ടി അടയ്ക്കപ്പെട്ടിരുന്ന ഹൃദയത്തിന്റെ വാതിൽ മുട്ടിത്തുറക്കുവാൻ വേണ്ടി പോലും ഒരിക്കൽ പോലും തുറന്നു കൊടുത്തിട്ടില്ല. എത്തി നോക്കിയിട്ടുമില്ല, അവസരം നൽകിയിട്ടുമില്ല. ജോലി അന്വേഷിച്ച് 3 വർഷത്തിലധികം വീട്ടിൽ നിന്നും മുരടിച്ച്
മനസ്സ് പ്രക്ഷുബ്ധമാകുന്ന ദിവസങ്ങള് ജീവിതത്തില് വിരക്തി തോന്നിയിട്ടുണ്ട്. എല്ലാം ഓർക്കുമ്പോൾ മരിച്ചു പോയാൽ എന്താന്ന് തോന്നിയിട്ടുണ്ട്. ഇറങ്ങി ആരും അറിയാത്ത ഏതെങ്കിലും നാട്ടിൽ പോയാലെന്ത് എന്ന് തോന്നിയിട്ടുണ്ട്. എന്നിട്ടും ചെകുത്താന്റെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടിട്ടില്ല. മനസ്സിന്റെ നിയന്ത്രണം അത് വിട്ടിട്ടുമില്ല. എന്നിട്ടും എന്തേ സലീം മാത്രം തന്റെ മനസ്സിന്റെ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലിൽ മുട്ടി വിളിച്ചു. വിളിക്കാൻ അവസരം നൽകി. ബലം പ്രയോഗിച്ച് തള്ളി തുറന്ന് അകത്ത് കിടക്കുമ്പോൾ കടക്കുപുറത്ത് എന്ന് എന്തുകൊണ്ട് അലറിയില്ല? ഇത്ര പെട്ടെന്ന്, ഇത്ര ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വയ്യ. എന്തായാലും അത് അനുവദിച്ചുകൂടാ. ഇനിയും ബന്ധം തുടരാനാവില്ല, അത് തീർച്ചയാണ്. ആ മനുഷ്യനുമായി ഇനിയും ബന്ധപ്പെട്ടാൽ ഈശ്വര, കുശുകുശുക്കലുകള്, കള്ളപ്രചാരണങ്ങള്, തന്റെ നേരെ വിരൽ ചൂണ്ടുന്ന അയൽക്കാര്, നാട്ടുകാര്, അപമാനഭാരത്താൽ കുനിയുന്ന തന്റെ ശിരസ്, തന്നെയോ മനസ്സുകളുടെ അടുപ്പം, ആത്മാർത്ഥതയുടെ ചൂടില് അല്പം സഫലമാകുവാൻ അംഗീകാരമില്ലാത്ത വഴികൾ താണ്ടണം. ഒളിച്ചോട്ടം, പിന്നെ ഒറ്റയ്ക്കുള്ള ജീവിതം, ചുറ്റും പരിഹാസശരങ്ങള്, ശരശയിൽ വീണ് പിടയും, കൂരമ്പുകൾ തറഞ്ഞു കയറും. എല്ലാം സഹിക്കാം. പക്ഷേ തന്റെ അച്ഛൻ, അമ്മ, അവര് ഹൃദയം പൊട്ടി മരിക്കില്ലേ? സ്നേഹനിധികളായ കൂടപ്പുറപ്പുകള് അവര് പൊട്ടിക്കരയില്ലേ? ബോധാറ്റ് വീഴില്ലേ? ഇച്ചേച്ചിയെ മനസ്സ് ചുട്ട് ശപിക്കില്ലേ? ഇല്ല, എന്തു വന്നാലും അതിന് വഴി കൊടുത്തുകൂടാ. ആ ദുഃഖങ്ങള് പൊറുക്കാനാവാത്തതാണ്. പ്രഭ തീരുമാനിച്ചു. സലീം, നിങ്ങൾ പോകൂ. നിങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും സ്ഥാനമില്ല, ഒട്ടുമില്ല. ഞാൻ ജീവിച്ചോട്ടെ, പഴയ പ്രഭയായിക്കോട്ടെ, മനസമാധാനമായി ഉറങ്ങിക്കൊള്ളട്ടെ. ദയവ് ചെയ്തിട്ട് അകന്നു പോകൂ. ഈശ്വരനെ പ്രതി എന്നിൽ പ്രലോഭനങ്ങൾ കുത്തിനിറക്കരുത്. ഇനി പഴയതുപോലെ പാടില്ല. 1.5 മാസം തന്നിൽ വരുത്തിയ മാറ്റങ്ങൾ ഈ നിമിഷം മുതൽ മറന്നു കളയണം. ആ വലയിൽ അകപ്പെട്ടാൽ നഷ്ടപ്പെടുന്നതെല്ലാം തനിക്കാണ്. സൽപ്പേര്, കൂടപ്പുറപ്പുകള്, അച്ഛൻ, അമ്മ, എല്ലാം എല്ലാം. ഒരു ജീവിതകാലം മുഴുവൻ കല്ലും ചെമ്മണ്ണുമായി കിടപിടിച്ച് ചോര വീർപ്പാക്കി ഒഴുക്കിയ അച്ഛന്റെ മനസ്സ് നൊന്ത് ശപിച്ചാലുണ്ടല്ലോ. മക്കളുടെയും കുടുംബത്തിന്റെയും ക്ഷാമം മാത്രം നോക്കിയാൽ പോരാ, ഉടുക്കാൻ ഒരു വെള്ളമുണ്ട് പോലും വാങ്ങാത്ത അച്ഛൻ. ആ കണ്ണുകൾ നിറഞ്ഞാല്, കരളുരുകിയാല്, ഇല്ല, തനിക്കത് കണ്ടു നിൽക്കാനാവില്ല. ഈശ്വര, അതിനുള്ള കരുത്തില്ല. ആ കണ്ണീരിന് മുൻപിൽ സലീം ആരുമല്ല, അന്യനാണ്, വെറും അന്യം മാത്രം. അധ്യായം 3. പ്രഭയിലെ പ്രകടമായ മാറ്റം അത് സലീം ശ്രദ്ധിക്കാതിരുന്നില്ല. ഉള്ളിൽ ചെറിയ നിഴൽ, ഉള്ളിന്റെ ഉള്ളിൽ തളിരിട്ട മോഹങ്ങളുടെ ചെറിയ ലതകളിൽ വാട്ടം. ശ്രദ്ധിച്ചതായി ഭാവിച്ചില്ല. പക്ഷെ സലീം എല്ലാം ശ്രദ്ധിച്ചിരുന്നു. തന്റെ മുഖത്തേക്ക് പ്രഭ നോക്കിയില്ല. അഥവാ യാദൃശികമായ മുഖാമുഖം നോക്കിയപ്പോയാലോ? ചുണ്ടിന്റെ കോണില് നേർത്ത ഒരു മന്ദസ്മിതം മാത്രം. കണ്ണുകൾ പെട്ടെന്ന് തന്നെ പിൻവലിയും. എപ്പോഴും ഫയൽപ്പാടിന്റെ കെട്ടടിച്ച് ചിക്കിച്ചികയോ. സംസാരവും ചങ്ങാത്തും ഇപ്പോ മോളിസോറിനോടാണ്. താൻ ഒറ്റയ്ക്കുള്ളപ്പോ ഓഫീസിലിരിക്കില്ല. പുറത്തെ വരാന്തയിൽ അർജന്റ് കാര്യം എന്തോ സാധിക്കാനെന്ന മട്ടിൽ തിരക്കിട്ട് പോകുന്നത് കാണാം. ഈ ഭാവമാറ്റങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പലരും തുറന്നു ചോദിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുപറ്റി പ്രഭയ്ക്ക്? എന്താണ് ഒരു മാറ്റം? ഓ, വന്ന ദിവസങ്ങൾ താൻ വേണമായിരുന്നു സഹായത്തിന്. ഓഫീസിന്റെ ചിട്ടകൾ പഠിപ്പിക്കുവാനും ഫയൽ പഠിപ്പിക്കാനും ഒക്കെ താൻ സഹായിക്കണമായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ കറിവേപ്പില. എങ്കിൽ അങ്ങനെ തന്നെ കാണട്ടെ. വാശി എങ്കിൽ വാശി തന്നെ. സലീമിനെ തോൽപ്പിക്കണ്ട. തന്നോട് എന്തിനു വാശി? താനെ വരും. വരാതെ എവിടേക്കാണ് പോവുക? സലീം കാത്തിരുന്നു. 1 ആഴ്ച, 2 ആഴ്ച. പ്രഭയ്ക്ക് മാറ്റില്ല. എന്നല്ല, അകലം കൂടുന്നു. മുഖത്ത് അപരിചിത ഭാവം. ഓഫീസിലെ അന്തരീക്ഷത്തിന് ആ ഖനം എല്ലാവർക്കും തന്നെ അപരിചിതമായിരുന്നു. അതില് അസഹ്യത അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് സലീമിന്. ക്ഷമാശക്തി കുറഞ്ഞു. സഹനശക്തി തീർത്തും കുറഞ്ഞു. പ്രഭേ, കനത്ത ശബ്ദം. പ്രഭ ഞെട്ടിത്തിരിഞ്ഞു. വൈകിട്ട് ഓഫീസ് വിട്ട ധൃതിയിൽ ഗേറ്റിംഗിലേക്ക് നടക്കുകയായിരുന്നു അവള്. അവൾക്ക് പോകുവാനുള്ള ബസ് പാലത്തിനടുത്തുള്ള സ്റ്റോപ്പിലെത്തുവാൻ ഏതാനും മിനിറ്റുകളേ ഉള്ളൂ. സലീം അടുത്തു ചെന്നു. പ്രഭ മുഖത്തേക്ക് നോക്കി. ഉള്ളൊന്ന് നടുങ്ങി. ജ്വലിക്കുന്ന മുഖഭാവം, തറഞ്ഞു കയറുന്ന നോട്ടം. ഹാവു, എന്തേത്? നോക്കി നിൽക്കാൻ ആ ഭാവം മാറി. പകരം ദയനീയത, പരവശതയാചിക്കുന്ന കണ്ണുകള്, തേങ്ങുന്ന മനസ്സ്. എന്താ പ്രഭ ഇത്? ശാന്തതയും ദുഃഖവും കലർന്ന സ്വരം. എന്താ? പ്രഭ തിരിച്ചു ചോദിച്ചു. തനിക്ക് എന്തു പറ്റി? ആവോ? പ്രഭ കൈമലർത്തി. തനിക്കറിയില്ലേ? ഒന്നുമില്ല. സലീമിന് എന്തോ തെറ്റിദ്ധാരണയാണ്. പ്രഭ ഒഴിയാൻ ശ്രമിച്ചു. തെറ്റിദ്ധാരണയുണ്ട്, പക്ഷെ എനിക്കല്ല. സലീമിന്റെ സ്വരത്തിൽ നീരസം കലർന്നത് അവള് ശ്രദ്ധിച്ചു. കൈ ചൂണ്ടി സലീം പറഞ്ഞു. തനിക്കെന്തോ ഗൗരവമായ ധാരണപ്പിശകുണ്ട്. പറയൂ. എന്തു പറഞ്ഞും തീർക്കാവുന്നതാണല്ലോ ഉള്ളൂ. ഇങ്ങനെ പിണങ്ങി ഒഴിഞ്ഞു മാറുന്നതാണ് അസഹ്യം. മറ്റുള്ളവരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സത്യത്തില്. പിണങ്ങി ഒഴിഞ്ഞു മാറി. ആര്? അവളെ മുഖുയർത്തി.
താൻ വീരോടെ സലീം പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കനത്ത ഭാവം എന്തിനാ വെച്ച് കെട്ടുന്നത്? ഇണങ്ങാത്ത ഭാവം ആരെ കാട്ടാനാണ്? പ്രഭയുടെ നെറ്റി ചുളിഞ്ഞു. അതുകൊണ്ടാവാം. സലീം ശാന്തനാവാൻ ശ്രമിച്ചു. എടോ, സുന്ദരനായ മുഖമാണ് തനിക്കുള്ളത്. കണ്ടാൽ അല്പം ഭേദപ്പെട്ടത്. അതങ്ങനെ കനപ്പിച്ച് വൃത്തികേടാക്കണോ? പ്രകാശം ചെരിയുന്ന ദീപം തല്ലിക്കെടുത്തണോ? പ്രഭ അപ്പോ തറപ്പിച്ചു നോക്കി. വിളിച്ചു നിർത്തിയത് ഒരു കാര്യം പറയാനാണ്. സലീമിന്റെ ശബ്ദം തീരെ താഴ്ന്നിരുന്നു. തനിക്ക് തോന്നുന്നുണ്ടാവും ഞാൻ തന്നെ വലവീശിയിരിക്കുകയാണെന്ന്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചൂണ്ടയിട്ടിരിക്കുകയാണെന്ന്. ഓക്കെ. സലീം പ്രഭ ഇടയിൽ കയറി. നിൽക്ക്, മുഴുവനാക്കട്ടെ. സലീം തുടർന്നു. എന്നിട്ട് തന്നെയും കൂട്ടി ഒരു ദിവസം ചുറ്റിയടിക്കുക, അവസാനം കരിമ്പിന്റെ ചണ്ടി പോലെ വലിച്ചെറിയുക, എന്നിട്ടൊരു ഹൂറിയെ നിക്കാഹ് ചെയ്ത് ഞാൻ ജീവിക്കുന്നു. ഞാൻ അത്തരക്കാരനാണെന്ന് തന്നെ ചതിക്കുമെന്ന്. നിർത്തു സലീം. പ്രഭയ്ക്ക് അസഹ്യത തോന്നി. താൻ ഇതൊക്കെ ചിന്തിച്ചതല്ലേ? ആണെന്നോ അല്ലെന്നോ മറുപടി ഉണ്ടായില്ല. എന്നാ കേൾക്കൂ, സലീം കാര്യമായി തന്നെ തുടർന്നു. അങ്ങനെ ദുരുദ്ദേശപരമായ ലക്ഷ്യങ്ങളൊന്നും തന്റെ മേലില്ല. ഉള്ളത് സതുദ്ദേശം മാത്രം. അല്പം സ്വാതന്ത്ര്യം ഞാൻ ദുരുപയോഗപ്പെടുത്തി. അറിഞ്ഞോ അറിയാതെയോ പ്രഭയുടെ സഹകരണത്തോടെ ഞാൻ സോഷ്യലാണ്. അതെന്റെ സ്വഭാവമായി പോയി. ഇനി ഞാൻ എത്ര ശ്രമിച്ചാലും മാറ്റാനാവുമെന്ന് തോന്നുന്നില്ല. അല്പം അധികമായി പോകുന്നുവെന്ന് എനിക്ക് തന്നെ അറിയാം. എല്ലാവർക്കും അത് ഇഷ്ടമാകില്ലെന്നും അറിയാം. അന്ന് പറഞ്ഞത് തമാശ മാത്രമാണ്. പ്രഭയ്ക്ക് ഫീൽ ചെയ്തു അല്ലേ? അതിനുശേഷം ആണ് ഈ മാറ്റം. സലീം, ഞാൻ പ്രഭ ധർമ്മസങ്കടത്തിലായി. വെറുതെ തമാശ പറഞ്ഞു പോകുന്നതാടോ, സലീം ആവർത്തിച്ചു പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാലും താൻ അങ്ങനെ ധരിച്ചാൽ മതി. ഞാൻ മാത്രം കേൾക്കെ അല്ലല്ലോ സലീം പറയുന്നത്, പ്രഭ പതിയെ പറഞ്ഞു. എടോ, താൻ വരുന്നതിന് മുൻപ് വന്നവനല്ലേ ഞാൻ. എന്നെക്കുറിച്ച് ഈ ഓഫീസിലുള്ളവർക്കൊക്കെ അറിയാം. അവര് തെറ്റിദ്ധരിക്കില്ല. എന്നാലും പ്രഭ സങ്കോചപ്പെട്ടു. എന്നാലും ഒലക്ക, തനിക്കെന്തറിയാം? സലീമിന്റെ പതിയെ ദേഷ്യഭാവം. ആ ദേഷ്യത്തിനൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് പറഞ്ഞുപോയി. ഞാൻ തന്നെ കെട്ടുന്നില്ല, തീർത്തു പറയുന്നു. താൻ ആഗ്രഹിച്ചാലും ഞാൻ ചെയ്യുകയില്ല. എനിക്ക് സമ്മതവുമില്ല. പ്രഭയപ്പോ പുഞ്ചിരിച്ചു. ഉറക്കെ ചിരിക്കണമെന്ന് തോന്നുകയും ചെയ്തു. ചിരിച്ചില്ല. എന്തൊരു സംസ്കാരം! ബോധമില്ലാത്തതുപോലെ പുലമ്പുന്നു. തനിക്കറിയാമോ, എന്നെ കാത്തിരിപ്പുണ്ട് ഒരു ഹൂറി. ഞാൻ കിട്ടുന്നത് അവളെയാണ്. സലീം പുഞ്ചിരിച്ചു. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് പ്രഭയുടെ പുഞ്ചിരി മാഞ്ഞു. മുഖം മങ്ങി. അറിയാതെ ഹൃദയത്തില് ഒരു മുള്ളു തറച്ചു. ചെറുതായിട്ടൊന്ന് വേദനിച്ചു. അല്പം ചോര പൊടിഞ്ഞു. പണിപ്പെട്ട് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ പേര്? ഷാഹിദ. ഷാഹിദ, നല്ല പേര്. എവിടെയാണാവോ ആ ഭാഗ്യവതി? എന്റെ മുറപ്പെണ്ണാണ്. എന്നാലും അല്പം അകലെയാണ് വീട്. എന്ത് ചെയ്യുന്നിപ്പോ? ഡിഗ്രിക്ക് പഠിക്കുന്നു. സുന്ദരിയാണോ? അതെ, പ്രഭയെ പോലെ. പ്രഭ മുഖമുയർത്തി സലീമിനെ നോക്കി പുഞ്ചിരിയോട് ചോദിച്ചു, അവിടെ പോകാറുണ്ടോ? ചിലപ്പോഴൊക്കെ. സലീം ചിരിച്ചു. അതെന്താ ചിലപ്പോഴൊക്കെ? അത് കൊള്ളാം, നല്ല ചോദ്യം. എന്നും അവിടെ പോയാ എനിക്ക് വേറെ ഇവിടെ ആര് വരും? പ്രഭയുടെ മൗനം. ഞായറാഴ്ചകളിൽ മറ്റു പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ പോകും. എന്നിട്ടോ? പ്രഭയ്ക്കും ജിജ്ഞാസ. എന്നിട്ടെന്താ? സലീമിന് മനസ്സിലായില്ല. സിനിമ കാണാനൊക്കെ സങ്കോചത്തോടെ പ്രഭ ചോദിച്ചു. ചിലപ്പോ പോകും. സലീം പൊട്ടിച്ചിരിച്ചിട്ട് ചോദിച്ചു, തനിക്കെന്താ ഇത്ര ജിജ്ഞാസ? ഓ, വെറുതെ. പ്രഭ ജാളിത മറച്ചു പിടിക്കാൻ വേണ്ടി ചിരിച്ചു. ശരി ശരി, സലീം പറഞ്ഞു. ഇനി നടന്നോളൂ, സമയം വൈകുന്നു. പതിവ് ബസ് പോയില്ലേ? പ്രഭ നടന്നു. ഒപ്പം സലീമും. നടക്കുന്നതിനിടയിൽ പറഞ്ഞു, അറിയാതെ പല തമാശകളും പറഞ്ഞു പോകും. ഇതൊക്കെയല്ലേ നമുക്കുള്ള സന്തോഷം. വൈകുന്നവരോടെയുള്ള മുഷിഞ്ഞ ജോലി തിരക്കിനിടയില് അല്പം സന്തോഷം. ഒന്ന് നിർത്തി അല്പം ആലോചനയോടെ സലീം പറഞ്ഞു, ഇനി പറയുന്ന തമാശകളിൽ തന്നെ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കാം. അഥവാ അറിയാതെ തന്റെ പേര് വന്നുപോയാലോ? സലീം പ്രഭയെ നോക്കി. അവള് മിണ്ടാതെ നടക്കുകയാണ്. അവള് ഗേറ്റിനോട് സമീപിച്ചിരിക്കുന്നു. ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കണമെന്നോ വിഷമിപ്പിക്കണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രഭേ. പക്ഷേ എന്തോ അറിയാതെ തന്നെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നു. അനാവശ്യങ്ങൾ തന്നെ പറയുന്നു. എനിക്കതില് സലീമിന് മുഴുവനാക്കാൻ കഴിയുന്നതിന് മുൻപേ പാലം കടന്ന് ചീറി വരുന്നു മണിയപ്പൻ. ഞാൻ ഓർത്തല്ലോ താൻ മയ്യത്തായെന്ന്. ഞാൻ എത്ര സമയം ഇവിടെ കാത്തു നിൽക്കുന്നു. മണിയപ്പൻ പാലത്തിനക്കരയ്ക്ക് ചൂണ്ടിക്കാട്ടി. അപ്പോഴേക്കും പ്രഭ ശ്രദ്ധയിൽപ്പെട്ടു. ആഹാ, അങ്ങനെ വരട്ടെ. താൻ ഇവിടെ നിന്ന് സൊള്ളുന്നു, ഞാൻ അവിടെ കാത്തു നിൽക്കുന്നു. ഇത് പണ്ടുള്ള സുൽത്താന്റെ പണിയല്ലടാ ഇബ്ലീസെ. മണിയപ്പൻ നിർത്താനല്ല ഭാവം. പൊന്നളിയ അടങ്ങടാ. സലീം പതിയെ മണിയപ്പന്റെ തോളിൽ കൈയിട്ടു. അളിയനോ? ഏതു മുറയ്ക്കാടാ ഞാൻ നിന്റെ അളിയനായത്? ഞാൻ നിന്റെ പെങ്ങളെ കെട്ടിയോ? അതോ നീ എന്റെ പെങ്ങളെ കെട്ടിയോ? മണിയപ്പന്റെ ദേഷ്യം അങ്ങനെ തന്നെ നിന്നു. നമ്മള് അന്യനും പെങ്ങന്മാരെ അങ്ങ് കെട്ടി എന്ന് കരുതടാ. സലീം പൊട്ടിച്ചു. നിനക്കൊരു പെങ്ങളില്ലാത്തതിന്റെ കുറവ് നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രഭയെ ചൂണ്ടിക്കാട്ടി മണിയപ്പൻ സലീമിനോട് പറഞ്ഞു. നീ ഇത്ര അലവലാതെ ആകത്തില്ലായിരുന്നു. എടാ, നീ അവിടെ കടന്നു പിടിക്കാതെ. ഞങ്ങൾക്കിവിടെ പ്രശ്നമൊന്നുമില്ല. നീ വരുന്നോ? സലീം മണിയപ്പനെ ബലമായി പിടിച്ചു വലിച്ച് മുൻപോട്ട് നടന്നു. ഇടയ്ക്ക് തിരിഞ്ഞു പ്രഭയോട് പറഞ്ഞു, എടോ, അടുത്ത ബസ് വരാൻ സമയം വന്നു. ഞങ്ങൾ പോട്ടെ. ആ കൂട്ടുകാരൻ നടന്നകലുന്നത് പ്രഭ നോക്കി നിന്നു.
ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു വാടക വീട്ടിലാണ് താമസം. ബസ്സിലിരിക്കുമ്പോഴേക്കും പ്രഭയുടെ മനസ്സ് പതിയെ തമസ് കടന്നു വരുന്നിരുന്നു. എന്തെന്നറിയില്ല, ഒന്ന് രണ്ടാഴ്ച പാലിച്ചു വന്ന വാശിയും ദൃഢമായ തീരുമാനവും നിഷ്ഫലമായി പോയതുപോലെ, ഏകപക്ഷീയമായി പോയതുപോലെ. സലീം വിളിച്ചു നിർത്തിയത് മറ്റെന്തിനോ ആണെന്ന് ധരിച്ചുപോയി. ഉള്ളിൽ തട്ടുന്ന വൃദ്ധയോടെ സലീം തന്നെ നോക്കുമെന്ന് ആശിച്ചു. പ്രഭയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്തു തന്നെ സംഭവിച്ചാലും എന്റെ സ്വന്തമാക്കും, അങ്ങനെ പറയുന്നല്ലേ പ്രതീക്ഷിച്ചത്, അങ്ങനെ പറയണമെന്നല്ലേ ഉള്ളിന്റെ ഉള്ളിൽ ആശിച്ചിരുന്നത്. എന്നിട്ട് പറഞ്ഞതോ ഷാഹിദ. ആരാണ് ആ ഭാഗ്യവതി? സലീമിനെ പോലെ നല്ലവനായ മനുഷ്യൻ, സന്തോഷിപ്പിക്കുവാനും ചിരിക്കുവാനും മാത്രം അറിയാവുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഒരാളെ സ്വന്തമായി കിട്ടിയാൽ അതെത്ര ഭാഗ്യമായിരിക്കും. ആദ്യ ദർശനത്തിൽ തന്നെ ആ മനുഷ്യൻ തന്നിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇത്ര കാലവും കാത്തു സൂക്ഷിച്ച മനസാന്നിധ്യം ഒരു നിമിഷം കൊണ്ട് ആ ചിരിക്ക് മുൻപിൽ പൊട്ടിത്തകർന്നിരിക്കുന്നു. പക്ഷേ ഷാഹിദ, സലീമിന്റെ മുറപ്പെണ്ണ്. ചെറുപ്പം മുതലേ അവര് തമ്മിൽ പ്രേമമായിരിക്കും, വീട്ടുകാർ നിശ്ചയിച്ചിരിക്കും. അന്യനും ഒന്നാകാൻ വെമ്പൽ പൂണ്ട് അലറിക്കുതിക്കുന്ന രണ്ട് നദികൾ, അവയുടെ സംഗമം ഒന്നാവാൻ. അതിനിടയിൽ 1-2 മാസത്തെ പരിചയം മാത്രമുള്ള താൻ എന്തിനെ കടന്നു ചെല്ലുന്നു? അപശകുനം. ഷാഹിദ, നീ ഭാഗ്യവതിയാണ്. നിനക്കെന്റെ മംഗളാശംസകൾ. പ്രഭ നെടുവീർപ്പെട്ടു. കണ്ണുകൾക്ക് മുൻപിൽ സലീമിന്റെ മുഖം മറക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും ഓർക്കാൻ ശ്രമിച്ചു. കാണാതിരിക്കാൻ കണ്ണടച്ചു പിടിച്ചു. അടഞ്ഞ കണ്ണുകൾക്ക് മുൻപിൽ കൂടുതൽ മിഴിവോടെ ആ രൂപം. വിടർന്ന ചിരി, കൊച്ചരിപ്പല്ലുകള്, ചിരിക്കുന്ന കണ്ണുകള്. മറക്കാനാവുന്നില്ല. കാണാതിരിക്കുവാൻ കണ്ണടച്ചു പിടിച്ചവള് ശക്തിയായിട്ട് തലയാട്ടി. എന്താ കുട്ടി? ബസ്സിൽ തൊട്ടടുത്തിരുന്ന സ്ത്രീ തൊട്ടു വിളിച്ചു. എന്തുപറ്റി? പ്രഭ കണ്ണു തുറന്നു. ഓ, താൻ ബസ്സിലാണ്. ജാളിതയോടെ അവള് ചിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ ഒന്നുമില്ല. ആ സ്ത്രീ എന്ത് വിചാരിച്ചോ ആവോ? അവരെന്ത് വിചാരിച്ചാൽ എന്താ? 10-15 മിനിറ്റ് സമയത്തെ സഹയാത്രക്കാരി. പിന്നെ അവർക്ക് അവരുടെ വഴി, തനിക്ക് തന്റെ വഴി. തൊട്ടുചേർന്ന് തോളോടെ തോളം ഒരുമിയിരിക്കുന്നവർ പോലും യാത്രക്കിടയിൽ അപരിചിതരല്ലേ? പിന്നെയാണോ ഇവര്? ബസ്സിൽ നിന്നിറങ്ങി ഇടവഴിയിലൂടെ നടന്നു. ഇടവഴിയാണെങ്കിലും കാറോ ലോറിയോ ഈ വഴി വല്ലപ്പോഴും കടന്നു പോകും. പടിക്കലെത്തിയപ്പോ കല്ലുമടയിൽ നിന്നും വരുന്ന വഴി അച്ഛൻ മഴു തോളിലേറ്റിയിരിക്കുന്നു. എല്ലുപൊന്തിയ നെഞ്ചിലെ നരച്ച രോമങ്ങൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന ചെമ്മണ്ണ്. ചെമ്മണ്ണിൽ കുഴഞ്ഞ് തോർത്ത് ചുറ്റിയെടുത്തിരിക്കുന്നു. മടിയിൽ വീർത്തിരിക്കുന്ന മുറുക്കാൻ പൊതി. പിന്നെ ഇന്നത്തെ കൂലിയും. പ്രാരാബ്ധത്തിന്റെ പ്രതീകം. പ്രഭ ഒരു നിമിഷം കൊണ്ട് മറ്റെല്ലാം മറന്നു. അച്ഛനെ നോക്കി ചിരിച്ചു. പൗർണമി പാലൊളി വിതറുന്ന ചിരി. എല്ലാ പ്രാരാബ്ധങ്ങളും ഒരു നിമിഷം കൊണ്ട് മറക്കാൻ പപ്പുവിനത് ധാരാളമാണ്. ആദ്യത്തെ സന്താനം പൊൻപൂവ് പോലെ കരുതി. നിവർത്തിച്ചില്ലെങ്കിലും ദുഃഖം അറിയാതെ വളർത്തി പഠിപ്പിച്ചു. ഈശ്വരൻ സഹായിച്ച അവൾക്കൊരു ജോലിയുമായി. ആദ്യത്തെ ശമ്പളം തന്റെ കയ്യിൽ വെച്ച് തന്ന നിമിഷം മനസ്സിൽ ആനന്ദ നൃത്തമാടുകയും തന്റെ മകള് അവരുടെ അധ്വാനത്തിന്റെ പ്രതിഫലം ഏതൊരച്ഛനെയാണ് ആഹ്ലാദഭരിതനാക്കാത്തത്? അവൾക്ക് ദിവസവും യാത്ര ചെയ്യേണ്ടതല്ലേ? ബസ്സിൽ പോകേണ്ടതല്ലേ? ഓഫീസ് മറ്റുള്ളവരോടൊപ്പം ഇരിക്കേണ്ടതല്ലേ? 1-2 നല്ല സാരികളും ബ്ലൗസും വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞാണ് രൂപ തിരിച്ചവൾക്ക് നൽകിയത്. അല്ലാതെ ചെലവില്ലാണ്ടാണോ? ചെലവ് 100 കൂട്ടാണ്. അവള് പാവം. തനിക്ക് ഷർട്ടും മുണ്ടും വാങ്ങിത്തന്നു. നല്ല തിളക്കമുള്ള ഉടുപ്പ്. എത്ര ഭംഗിയാണ്. അടുത്ത ആഴ്ച വിഷുവാണ്. അന്ന് വേണം ഈ ഷർട്ടിടാൻ. അവളുടെ അമ്മയ്ക്കും പ്രേമയ്ക്കും ജയനും തുണിത്തരങ്ങൾ എടുത്തു. അവൾക്ക് മാത്രമല്ല, അതിന് പിന്നീടാകട്ടെ എന്ന്. എന്റെ കുഞ്ഞിന്റെ മനസ്ഥിതി പട്ടുപോലെയാണ്. വീട്ടിലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നന്നായി മനസ്സിലാക്കുന്നവള്. ബാക്കി രൂപ തന്റെ കയ്യിൽ ഏൽപ്പിച്ചു. കൈയോടെ ഒരു ചിട്ടിയിലങ്ങ് ചേർന്നു. കയ്യിൽ രൂപ വെച്ചിരുന്ന 100 കൂട്ടം ചെലവാണ്. അവളെ എത്രയും പെട്ടെന്ന് ഒരുത്തനെ ഏൽപ്പിക്കണം. പെൺകുട്ടിയല്ലേ, മനസ്സ് മാറുന്നത് എപ്പോഴാണെന്ന് അറിയോ? അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞു വെച്ചാലേ സമാധാനാവൂ. ഇളയവളും പ്രായമായി. എന്താച്ചാ അവിടെ തന്നെ നിന്നുപോയത്? പ്രഭയുടെ ശബ്ദം പപ്പുവിനെ ബാഹ്യ ലോകത്തേക്ക് തിരിച്ചു വിളിച്ചു. തുറന്ന ചിരിയോടെ അയാൾ ചോദിച്ചു, മോളെന്താ എന്ന് ഇത്രയും വൈകിയത്? സലീമിനോട് സംസാരിച്ചു നിന്നതാണ്. പതിവ് ദിവസം കടന്നുപോയി. എങ്ങനെ അച്ഛനോട് പറയൂത്? പ്രഭ കള്ളം പറഞ്ഞു. ഓഫീസിൽ അല്പം തിരക്കുണ്ടായിരുന്നു അച്ഛാ. ഇറയത്ത് നീണ്ടു നിൽക്കുന്ന മുളങ്കഴുക്കൊല്ല് തലയിടിക്കാതെ പ്രഭ കുനിഞ്ഞ് വരാന്തയിൽ കടന്നു. 2 മുറികളും ഒരടുക്കളയുമാണ് ആകെയുള്ളത്. വലത്തെ അറ്റത്തെ മുറി പ്രഭ ഉപയോഗിക്കുന്നു. രാത്രി കിടക്കാൻ പ്രേമയും ജയനും എത്തും. തറയിൽ നിവൃത്തി വിരിക്കുന്ന തഴപ്പായിൽ മൂവരും ഉറങ്ങും. തോളിൽ നിന്നും മഴുവെടുത്ത് വരാന്തയിലെ ഭിത്തിമേൽ പപ്പു ചാരി വെച്ചു. തോർത്തുമുണ്ടുകൊണ്ട് നെഞ്ചിലും കൈകളിലും പറ്റിയിരുന്ന ചെമ്മണ്ണ് തുടച്ചു കളഞ്ഞു. മടിയിലെ പൊതി ഇറയത്തെ ഓലക്കെട്ടിനുള്ളില് തിരുകി. കെട്ടാത്ത കിണറാണ്. പാലത്തടിയുമേൽ കൊളുത്തിയിട്ടിരിക്കുന്ന കപ്പിയിൽ കൂടി ഒരു തൊട്ടി വെള്ളം കോരി. കൈലിയും കാലും മുഖവും തൂർത്തും നനച്ചു തുടച്ചു.
കൈലിമുണ്ട് ഉടുത്തുകൊണ്ട് തോർത്ത് ഊരിപ്പിഴിഞ്ഞ് വിരിച്ചു. മുറ്റത്തുകൂടി ചെമ്മണ്ണ് കലർന്ന വെള്ളം ഒഴുകി. അപ്പോഴേക്കും പ്രഭ ഡ്രസ്സ് മാറി പുറത്തു വന്നു. വരാന്തയില് വിരിച്ച പായയിൽ അച്ഛനും 3 മക്കളും ഇരുന്നു. അവരുടെ നടുവില് ചെണ്ട പുഴുങ്ങിയ കപ്പയും കാന്താരി ഉടച്ചതും കടുങ്കാപ്പിയും. സംസാരിച്ചും ചിരിച്ചും അച്ഛനും മക്കളും കൂടി കഴിക്കുന്നത് നോക്കി നിന്നു കുട്ടിയമ്മ. ഇടതു കൈയിൽ പിടിച്ചിരുന്ന പ്ലേറ്റിൽ നിന്നും കപ്പ ഇടയ്ക്കിടെ വായിലേക്ക് പോകുന്നത് അറിയുന്നതേ ഇല്ലെന്ന് തോന്നും. ആ നിൽപ്പ് കണ്ട. ശരിയാണ്, അവരറിയുന്നില്ല. കൈ ചലിക്കുന്നുണ്ട്, വായനങ്ങുന്നു, പക്ഷെ മനസ്സറിയുന്നില്ല. മനസ്സിൽ നീറുന്ന പ്രശ്നങ്ങളാണ്. പെൺമക്കളെ 2 മൂത്തവൾക്ക് 24 വയസ്സാകുന്നു. ഇളയവൾക്ക് 18 കഴിഞ്ഞു. ഇരുവരെയും കാണുമ്പോൾ ഉള്ളിൽ തീയാണ്. കൈവശം ചില്ലി പൈസ ഇല്ലതാനും. ഒരു മനുഷ്യൻ തന്നെ കഷ്ടപ്പെട്ടാൽ എന്തെല്ലാം സാധിക്കും? എങ്ങനെ മിച്ചം വരാനാണ്? എങ്ങനെ സമ്പാദിക്കാനാണ്? പാവം തന്നെ കഷ്ടപ്പെടുന്നു. ഇപ്പോ വയ്യാണ്ടായി. കള്ളു കുടിക്കുകയോ ചീട്ട് കളിക്കുകയോ ചെയ്തിട്ടില്ല. കിട്ടുന്ന രൂപ അതുപോലെ തന്റെ കയ്യിൽ തരും. പാവം മനുഷ്യൻ. ഒരിക്കലും നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. എത്ര സ്നേഹമാണ്! ഇപ്പോഴും അതിന് കുറവില്ല. തന്റെ ശൂന്യമായ കഴുത്തും കാതും നോക്കി നെടുവീർപ്പിടുന്നത് കണ്ടിട്ടുണ്ട്. തന്നെയും കുഞ്ഞുങ്ങളെയും ജീവനാണ്. ജയൻ പ്രായമാകാതെ വിശ്രമിക്കാനൊക്കുവോ? പ്രഭയ്ക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞാ എന്താ കാര്യം? അന്യവീട്ടിൽ പോകണ്ടല്ലേ അവൾക്കല്ലേ അവകാശം? ഈശ്വര, എല്ലാം നടത്തി തരണേ. അവരെ പ്രാർത്ഥിച്ചു. അധ്യായം 4. അടുത്ത മാസവും ശമ്പളം കിട്ടിയപ്പോൾ പ്രഭ ഒരു ചെറിയ പാക്കറ്റ് മിഠായി വാങ്ങിച്ചു. വെറുതെ വാങ്ങിച്ചു. വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയും ചെയ്തു. അറച്ചറച്ചാണ് അവള് പിറ്റേന്ന് സലീമിന് വെച്ച് നീട്ടിയത്. വിടർന്ന ചെരിയോടെ തന്നെ സലീം അത് സ്വീകരിച്ചു. പിന്നെ പാൻസിന്റെ കീശയിൽ നിന്നും മിഠായി എടുത്ത് പ്രഭയ്ക്ക് നീട്ടി. സ്വീകരിച്ചുകൊണ്ട് അമ്പരപ്പാടെന്ന് പ്രഭ ചോദിച്ചു, സലീം എന്തിനിത് വാങ്ങിച്ചു? താൻ എന്തിനു വാങ്ങിച്ചു? സലീം ചോദ്യം തിരിച്ചയച്ചു. വെറുതെ. പ്രകടമായ പരുങ്ങലോടെ അവൾ പറഞ്ഞു. ഞാനും വെറുതെ. സലീം കണ്ണടച്ചു കെട്ടി. പിന്നെ സലീം പെട്ടെന്ന് ഓർത്തതുപോലെ പ്രഭ വിളിച്ചു. എന്താ? ഷാഹിദയ്ക്ക് മിഠായി കൊടുത്തോ? ഇല്ല. സലീമിന് ചിരിയായി. അതെന്താ? പ്രഭയ്ക്ക് സന്തോഷം. കൊടുത്തില്ല, കൊടുക്കാറുമില്ല. സലീം പാക്കറ്റ് അഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു. പിന്നെ എനിക്ക് തന്നതോ? പ്രഭയ്ക്ക് സംശയം. തന്നെയും ഷാഹിദയെ ഒരുപോലെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സലീം പറഞ്ഞു. പ്രഭ നടുങ്ങിപ്പോയി. താനൊരു വിഡ്ഢി. ഷാഹിദ സലീമിന്റെ മുറപ്പെണ്ണ്, കാമുകി, ഭാവി വധു. താനോ? താൻ ആരാണ്? താനും ഷാഹിദയും എങ്ങനെ ഒരുപോലാകും? ആ ചോദ്യം ചോദിക്കാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുപോയി. സലീം അതൊന്നും ശ്രദ്ധിച്ചില്ല. അഴിച്ച പാക്കറ്റിൽ നിന്നും മിഠായി എടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയാണ്. എന്തൊക്കെയോ കമന്റുകൾ പറയുന്നുണ്ട്. എടാ സലീമെ, എന്താ കാര്യം? മണിയപ്പൻ ചോദിച്ചു. രക്ഷപ്പെട്ടോ? പകുതി. സലാം മറുപടി പറയുകയായിരുന്നു. ഒട്ടും സമയം പാഴാക്കില്ല. പകുതിയായപ്പോ മിഠായി മുക്കാലാവുമ്പോഴോ ജിലേബി. സലീം പൊട്ടിച്ചിരിച്ചു. അപ്പോൾ മുഴുവനാവുമ്പോഴോ ബിരിയാണിയും സദ്യയും. ഓ, എന്നാ തീർച്ചപ്പെട്ടു. അയ്പച്ചനാണ് പറഞ്ഞത്. അടുത്തന്നെ ഉണ്ടാവുമല്ലോ? തീർച്ചയായും. സലീം വിടാൻ ഭാവമില്ല. എങ്കിൽ ഈ പാക്കറ്റ് കൊണ്ടുവന്ന ആള് തന്നെ വിതരണം ചെയ്യട്ടെ, ശ്രീനിവാസൻ പറഞ്ഞു. ഞങ്ങളിൽ ആര് തന്നാലും ഒരുപോലെയല്ലേ? സലീം ചോദിച്ചു. താൻ ആള് വീരനാണോ? ഇത്ര പെട്ടെന്ന് വളച്ചൊടിച്ചു? ശ്രീനിവാസൻ അതാണ് സംശയം. വളഞ്ഞതേ ഉള്ളൂ, ഒടിഞ്ഞു കാണില്ല, മോളി പറഞ്ഞു. ചുമ്മാതെ ഇരിക്കണം മോളി സാറേ. വീര്യമുള്ള രക്തമാണ് എന്റെ സിരകളിൽ. ഞാൻ ഒടിക്കും, സലീം വീറോടെ പറഞ്ഞു. മാപ്പിളമാർക്ക് ഇതൊരു കഴിവ് തന്നെ. എത്ര വേണമെങ്കിലും ആവാം, ഒരു ലിമിറ്റും ഇല്ല, മോളി പറഞ്ഞു. അത് വിട്. ഞാൻ ഉപ്പുപ്പമാരുടെ പാരമ്പര്യം ഇഷ്ടപ്പെടുന്നവനല്ല. എനിക്കൊരാൾ മാത്രം, എന്നും ഒരേ ഒരാള്. എന്റെ ജീവിതകാലം മുഴുവൻ കാല് തിരുമാൻ. രക്ഷപ്പെട്ടു. ഓഫീസിലിരിക്കുമ്പോഴും കാല് തിരുമാ. ശ്രീനിവാസൻ വിട്ടില്ല. ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് സലീം പതിയെ ചോദിച്ചു. എന്താ പ്രഭേ, ഇവിടെ വെച്ച് കാല് തിരുമ്മി തരുവോ? പ്രഭ അസഹ്യതയോടെ വിളിച്ചു. എന്താ ഇത് സലീം? ഒരേ ഒരാൾ പോലും. പ്രഭ ചിന്തിച്ചു. കാല് തിരുമാൻ ജീവിതകാലം മുഴുവൻ. അതാണ് ഷാഹിദ. പിന്നെന്തിനെ അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നു? മനഃപൂർവ്വം തന്നെ. അത് ശരി. പ്രഭയെ ശ്രദ്ധിക്കാതെ സലീം പറഞ്ഞു. കേട്ടോ മണിയപ്പ, ഇയാൾക്ക് പറ്റില്ലെന്ന്. താനൊരു കാര്യം ചെയ്യടോ സലീം, അയ്പച്ചൻ പറഞ്ഞു. ഉപ്പുപ്പമാരുടെ പാരമ്പര്യം തുടങ്ങുന്ന ഒരു ഭീഷണി അങ്ങ് മുഴക്ക്. അത് കേട്ടാ കുലുങ്ങുന്ന ടൈപ്പല്ല അയ്പച്ചൻ. സാറേ, ഈ പെൺവർഗം അല്പം കടുപ്പപ്പെട്ട കൂട്ടത്തിലാണ്. ആദ്യമൊക്കെ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാടോ. അനുഭവസമ്പന്നനെ പോലെ അയ്പച്ചൻ തുടർന്നു. താൻ അല്പം പിന്നോക്കം ഭാവിച്ചു നോക്ക്. പിറകെ കടിച്ചു തൂങ്ങും ഈ വർഗം. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ പിടക്കം സന്ധ്യ വരെ കാണും അയ്പൻ സാറേ, സലീം പറഞ്ഞു. ഊണ് കഴിഞ്ഞ് കിടക്ക വിരിക്കുമ്പോൾ ഇവരുടെ സ്വഭാവം പട്ടുപോലെയാവില്ലേ? ഡിവിഷനില് കൂട്ടച്ചിരി ഉയർന്നു. ചെറിയ ക്യാബിനുള്ളിലിരുന്ന് ജോൺ സക്രിയ തറച്ചു നോക്കി. പക്ഷെ ചിരി നിർത്താനാവോ? സലീം എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടാവും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഗൗരവത്തിൽ സലീമിനെ വിളിച്ച് ചോദിച്ചാൽ ശ്രമിച്ച മറുപടി കേട്ട് താനും ചിരിക്കും. അതറിയാവുന്നതുകൊണ്ട് ജോൺ സക്രിയ കേട്ടില്ല എന്ന് ഭാവിക്കും.
സലീമിന് ഇക്കാര്യത്തിൽ നല്ല അറിവ്. അനുഭവജ്ഞാനാണോ? മോളിക്കാണ് സംശയം. ജ്ഞാനം അതെങ്ങനെയൊന്നും സമ്പാദിച്ചു. വിഡ്ഢിയാകരുതല്ലോ, സലീം പറഞ്ഞു പുഞ്ചിരിയോടെ. താൻ വിഡ്ഢിയോ? ശിവശിവ, തന്നെപ്പോലൊരു അസുരവിത്തിനെ ഈ ഡിവിഷനിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. വീണ്ടും കൂട്ടച്ചിരി ഉയർന്നു. ആ ചിരി ഉയർത്താൻ വേണ്ടി മാത്രം എന്തെങ്കിലും പറയുക സലീമിന്റെ സ്വഭാവമാണ്. പ്രഭ ആ ചിരിയിൽ പങ്കെടുത്തില്ല. ഒരു വെള്ള പേപ്പറിൽ പേന കൊണ്ടുവന്ന് വെറുതെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അവള്. വരകൾ വീണ്ടും വീണ്ടും ഒന്നുചേർന്ന് വിവേചിച്ചറിയാനാവാത്ത ഏതോ ചിത്രത്തിന് രൂപം നൽകിക്കൊണ്ടിരുന്നപ്പോ സലീം ശ്രദ്ധിച്ചു. തനിക്കെന്താ, മൗനവ്രതാണോ? അയാൾ ചോദിച്ചു. പ്രഭ മുഖമുയർത്തി. നോട്ടം സലീമിന്റെ മുഖത്ത് തറഞ്ഞു. ഒരു നിമിഷം സലീമിന്റെ ചിരി നിന്നു. മുഖം മങ്ങി. ഉള്ളിൽ ചെറിയൊരു പോറല്. പ്രഭയ്ക്ക് വിഷമം തോന്നിയോ? അന്ന് വൈകിട്ട് പോകും വഴി മണിയപ്പൻ സലീമിനെ ഉപദേശിച്ചു. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ് മണിയപ്പൻ. ഒരാഴ്ചയില് ഒരിക്കലേ വീട്ടിലേക്ക് പോകാൻ കഴിയുക. വീടിന്റെ അടുത്തായിരുന്നു ആദ്യം ജോലി. പിന്നീടാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയത്. പാകതയും പക്വതയും വന്ന നല്ല ഒരു ചെറുപ്പക്കാരനാണ് അയാൾ. സലീമിന്റെ പ്രധാന ഉപദേശകനും കൂടെയാണ്. പ്രഭയോടുള്ള സലീമിന്റെ സമീപനം തീർത്തും തെറ്റാണെന്ന് അയാൾ തുറന്നു പറഞ്ഞു. ആ പെൺകുട്ടി പാവാണ്. ആദ്യമായിട്ട് വരുന്ന ഓഫീസാണിത്. ആദ്യമായിട്ട് ഇവിടെ പരിചയപ്പെടുന്നത് നിന്നെയും. നീ ആ പരിചയത്തെ മുതലെടുക്കുന്നു. പോടാ, നിന്റെ തെറ്റിദ്ധാരണയാ. സലീം അത് നിഷേധിച്ചു. സത്യം പറയുന്നു എന്നല്ലാതെ ഞാൻ അതില് മറ്റൊന്നും കാണുന്നില്ല. നിന്നെപ്പോലെ എല്ലാവരും അത്ര ഓവർ സോഷ്യൽ മൈൻഡൊന്നല്ല. നീ കാണുന്നത്ര വിശാലമായിട്ട് മറ്റെല്ലാവരും ലോകത്തെ കാണണമെന്നില്ല. കാരണം അപ്പുറത്തെ ഡിവിഷനിലുള്ളവരൊക്കെ പലതും പറയുന്നു. ഓവർസിയർ രാമചന്ദ്രൻ തുറന്നു ചോദിച്ചിരുന്നു. സലീം ഒരു നിമിഷം ചിന്തിച്ചു. സത്യാകാം. കാരണം മണിയപ്പൻ കള്ളം തന്നോട് പറയാറില്ല, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കേസുകളെ കുറിച്ച്. ആ വിഷയത്തെക്കുറിച്ച് വീണ്ടും ചർച്ച വേണ്ടി വന്നു ഓഫീസിൽ വെച്ച്. അതിന് കാരണമുണ്ട്. പ്രഭ പിറ്റേന്ന് ഓഫീസിൽ വന്നില്ല. ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. ഫയലുകളും പേപ്പറുകളും മേശമേല് അടുക്കി വെറുതെ വെച്ചിരിക്കുന്നു. ഒതുക്കത്തോടെ അവയെ ദിവസവും തഴുകി തലോടുന്ന നീണ്ടു വലിഞ്ഞ വിരലുകൾ ഇവിടെ. സലീമിന്റെ നോട്ടം അറിയാതെ ഫയലുകളെ തഴുകി. ഒഴിഞ്ഞ കസേരയിൽ കണ്ണുകൾ ഉടക്കിക്കിടന്നു. മനസ്സിന് വലിയ ഭാരം. സമയത്തിന് ഒച്ചിന്റെ വേഗത. വല്ലാതെ ഒരു മടുപ്പ്. ഡിവിഷനാകെ അമർത്തിയ ചിരി. പിറകെ തന്നെ കമന്റും. താനന്തറ വടക്കു നോക്കി യന്ത്രം പോലെ സലീമിനെ നോക്കി ചിരിച്ചുകൊണ്ട് തുടങ്ങി വെച്ചത് അയ്പച്ചനാണ്. ഓ വെറുതെ. ജാളിതയോടെ സലീം ചിരിച്ചു. ഇയാളാ പാവം പെങ്കൊച്ചിനെ വലയ്ക്കുമെന്നാ തോന്നുന്നത്. അയ്പച്ചൻ വിടാനുള്ള ഭാവമല്ല. എടോ, തനിക്കൊരു പെണ്ണില്ലേ, ഷാഹിദ? പിന്നെന്തിനാ പ്രഭയെ വിഷമിപ്പിക്കുന്നത്? ആ കുട്ടി പാവാണ്. അല്പം സോഷ്യൽ മെന്റാലിറ്റി അധികമായി പോയി. തട്ടിപ്പും വെട്ടിപ്പും തരം തിരിച്ചറിഞ്ഞിട്ടില്ല. ആദ്യത്തെ ഓഫീസ് ഇതല്ലേ. ശ്രീനിവാസനാണ് ഉപദേശകൻ. അല്ലെങ്കിലും തന്റെ ഉദ്ദേശം കളങ്കരഹിതമായിരിക്കണം. ഒരുത്തിയുമായിട്ട് കരാറിൽ ഒപ്പുവെച്ച് താൻ പിന്നെ എന്തിനാ അനാവശ്യമായി മറ്റൊരു പെൺകുട്ടിയുമായി മോഹം പങ്കിടുന്നു? അത് പറഞ്ഞല്ലോ, മോളി വിളിച്ചു പറഞ്ഞു. ഓഫീസിലും വീട്ടിലും കാല് തിരുമാൻ ആള് വേണ്ടേ? ഉപ്പൂപ്പമാർക്കാകാമെങ്കിൽ പിന്നെ ഇയാൾക്ക് എന്താ ചെയ്താല്? മണിയപ്പൻ സലീമിനെ പ്രകോപിപ്പിക്കാനാണ് പറഞ്ഞത്. പക്ഷെ സലീം മൗനിയായിരുന്നു. ഇന്ന് സലീമിന് നല്ല മൂഡില്ല, മോളി വീണ്ടും പറഞ്ഞു. സലീം വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു. അത് പതിവില്ലാത്തതാണ്. ആരെന്ത് പറഞ്ഞാലും രസികൻ മറുപടി ഉരുളക്കുപ്പേരി പോലെ കൊടുക്കുന്ന ശീലേ അയാൾക്കുള്ളൂ. അതറിയാവുന്നവർ ഈ മാറ്റത്തിന്റെ അമ്പരപ്പ്. തനിക്ക് എന്തു പറ്റി സലീമെ? ചോദ്യം വീണ്ടും വരുന്നു. ശ്രീനിവാസൻ എണീറ്റ് സലീമിന്റെ അടുത്തെത്തി. ടൈപ്പ് റൈറ്റിംഗിന്റെ ഹാൻഡിൽ പിടിച്ച് വെറുതെ തിരിച്ചുകൊണ്ട്, എടോ, ഒന്നുകിൽ ഷാഹിദ അല്ലെങ്കിൽ പ്രഭ, ഒന്ന് ഫിക്സ് ചെയ്. ഇപ്പൊ ഈ നിമിഷം ഞങ്ങൾ അറിയണം, അല്ലെങ്കിൽ കാര്യം ഞങ്ങൾ വഷളാക്കും. ഒന്നുമില്ല ശ്രീനിവാസ, സലീം പതിയെ പറഞ്ഞു. ഒക്കെ ഒരു രസം മാത്രം. പ്രഭയെ ഞാൻ മറ്റു തരത്തിൽ കരുതിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ വിളിച്ചു അറിയോ? ഞങ്ങളുടെ ഇരുവരുടെയും സ്വഭാവം ഏതാണ്ട് ഒരുപോലെ. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ്, അത്ര തന്നെ. സലീമിന്റെ കൈവിരലുകൾക്കിടയിൽ നിന്നും കാർബൺ പേപ്പറും വെള്ളപ്പേപ്പറും അടുക്കിക്കൊണ്ടിരുന്നു. അത് ടൈപ്പ് റൈറ്ററിൽ തിരികെ വെക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് തന്റെ കാര്യം, ഒക്കെ സമ്മതിച്ചു. പക്ഷെ പ്രഭയ്ക്കോ? ആ കുട്ടിക്ക് പ്രതീക്ഷകൾ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഒന്നുമില്ല ഇപ്പച്ച, സലീം പുഞ്ചിരിയോടെ പറഞ്ഞു. അയാൾ ഉത്സാഹം വീണ്ടെടുത്തിരുന്നു. എല്ലാം എല്ലാം ഞാൻ പ്രഭയോട് പറഞ്ഞിട്ടുണ്ട്. ഷാഹിദയുടെ കാര്യം പോലും. താൻ ആളൊരു വീരൻ തന്നെ. ശ്രീനിവാസം മൂക്കിൻ തുമ്പിൽ വിരലിച്ചു. സമ്മതിച്ചു തന്നല്ലോ, സലീം ചിരിച്ചു. കർത്താവേ, സലീമിന്റെ ഉമ്മയും ബാപ്പയും ഇത്ര വിചാരിച്ചു കാണത്തില്ല. എന്താ മോളി സാറേ? മണിയപ്പൻ ചോദിച്ചു. ഈ പയ്യൻ ഇത്ര വിക്രമനും വീരനുമായി തീരുവന്നേ, അപാരം തന്നെ. മോളി ചിരിച്ചു. അതിൽ അതിശയുണ്ടോ? അവരുടെ എനർജി മുഴുവൻ എനിക്കുള്ളതല്ലേ? സലീം വിടാതെ തുടർന്നു. കാരണം ഞാൻ മാത്രമേ അവർക്ക് മകനായും മകളായും പിറന്നിട്ടുള്ളൂ. ഞാൻ വീരനാകാതിരുന്നതിലല്ലേ അത്ഭുതമുള്ളൂ.
മോളി തലയിൽ കൈവച്ചു. ഡിവിഷനിൽ നീണ്ടുനിന്ന കൂട്ടച്ചിരി. അന്ന് അയ്പച്ചന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. തന്റെ സഹപ്രവർത്തകരെല്ലാം അയ്പച്ചൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. സന്ധ്യയ്ക്ക് ശേഷമുള്ള പരിപാടി ആയതിനാൽ മോളി പങ്കെടുത്തില്ല. ബാക്കി എല്ലാവരും ഒത്ത് അയ്പഞ്ചേട്ടന്റെ വീട്ടിലെത്തി. സാമാന്യം ഭേദപ്പെട്ട വീട്. ഭാര്യയും 3 കുട്ടികളും. മൂത്തവർ 2 പേരും പെൺകുട്ടികള്. ഇളയതാണ് ആൺകുട്ടി. 5 വയസ്സ് തികയുന്നു. അയ്പച്ചന്റെ ജീവനാണവൻ. മിടുമിടുക്കൻ. 1ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എന്നാലും ഇംഗ്ലീഷ് കവിതകളും പാട്ടുകളും നന്നായി പാടിക്കേൾപ്പിച്ചു. സംസാരിച്ചു. സലീം അവനെ കുടുകുടെ ചിരിപ്പിക്കാൻ മറന്നില്ല. സൽക്കാരം കെങ്കേമമായിരുന്നു. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം സ്പെഷ്യൽ സൽക്കാരം. വിസ്കി സലീമിന് ഏറെ സന്തോഷമായി. ആവശ്യത്തിലേറെ അത് കഴിക്കുകയും ചെയ്തു. മതിയട എന്ന വിലക്കിയ മണിയപ്പനെ സലീം കളിയാക്കി. എല്ലാവരും ശരിക്കും കഴിച്ചു. തലയ്ക്ക് പിടിച്ചു. പിന്നെ പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തി. വെസ്റ്റേൺ മ്യൂസിക് മുതൽ തിരുവാതിരപ്പാട്ട് വരെ അവിടെ മുഴങ്ങി. റോക്ക് ആൻഡ് റോൾ മുതൽ കഥകളി വരെ അവിടെ അരങ്ങേറി. രാത്രി വളരെ വൈകിയാണ് എല്ലാവരും പുറത്തിറങ്ങിയത്. ബുദ്ധിമുട്ട് അധികം സലീമിനാണ്. വേച്ചു പോകുന്നു. മറ്റുള്ളവർ അത്ര വിഷമമില്ല, നടക്കാം. മണിയപ്പനും ശ്രീധരൻ നായരും കൂടി സലീമിനെ താങ്ങിപ്പിടിച്ചു. മെലിഞ്ഞ ശരീരം അവർ തങ്ങളുടെ ഇടയിൽ പിടിയിലൊതുക്കി. പോടാ പോടാ വിടടാ എന്ന് സലീം ഇടയ്ക്കിടയ്ക്ക് ആക്രോശിച്ചുകൊണ്ടിരുന്നു. തന്റെ വീട്ടിലേക്ക് ഞാൻ കൂടെ വരുന്നുണ്ട്. ആ ഷാഹിദയോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. തന്റെ കൂടി ഈയിടെ അല്പം അധികമാവുന്നുണ്ട്. മണിയപ്പൻ ദേഷ്യത്തോടെയാണ് പറഞ്ഞത്. ഷാഹിദയോടോ? സലീം ചിരിച്ചു. ഒച്ചത്തിൽ തന്നെ. പറയടോ, പോകാൻ പറയടോ. ഉവ്വ. ശ്രീനിവാസൻ ചെറിയോട്ടി. പോകാൻ പറഞ്ഞാൽ മതി. ഉള്ളിലത് ഇറങ്ങുമ്പോഴേ പോകുന്നതിന്റെ വിഷമറിയുള്ളൂ. ചുമ്മാതിരി ശ്രീനിവാസ, ഒന്ന് ചുമ്മാതിരി. മണിയപ്പന്റെ പിടിയിൽ നിന്നും കുതിരിത്തിരിഞ്ഞ് സലീം നെഞ്ചത്ത് തൊട്ട് പറഞ്ഞു. എനിക്കെന്റെ പ്രഭയുണ്ട്. ഓഹോ, മണിയപ്പൻ ചിരിച്ചുപോയി. തന്റെ പ്രഭയോ? അതേടോ. സലീം വീണ്ടും കുതിരിത്തിരിഞ്ഞു വന്നു. എന്റെ പ്രഭ. അവളെ എന്റേതാണ്. നിനക്കെന്താ ഇത്ര വലിയ സംശയം? വല്ലാതെ പൂസായിരിക്കുന്നു, ശ്രീധരൻ നായർ പറഞ്ഞു. അല്പം മറ്റവനകത്ത് ചെന്നപ്പോ കിളി പോലെ പറയുന്നത് കേട്ടില്ലേ? അയ്പച്ചൻ പറഞ്ഞു. ചിരിച്ചു. ഓ, ഫീല് വെച്ച് ന്യായവാദം ചെയ്യുന്ന ആളാണോ ഇത്? പാവം, ആ കൊച്ചു കേൾക്കരുത്, ശ്രീധരൻ നായർ പറഞ്ഞു. മണിയപ്പ, സലീമിന്റെ സ്വരേട്ടറി. മണിയപ്പന്റെ തോളിൽ കൈയിട്ട് പതുക്കെ പറഞ്ഞു. എനിക്കെന്റെ പ്രഭയെ വേണോ? അതിനെന്താ, നാളെ കടയൊന്ന് തുറക്കട്ടെ, ഒരു 10 പ്രഭയെ ഒന്നിച്ച് മേടിച്ചു തരാലോ. എല്ലാരും കൂട്ടായി ചിരിച്ചു, തകർത്തു. മെയിൻ റോഡിലൂടെ എല്ലാവരും കൂടി നടക്കുകയാണ്. ലഹരി എല്ലാവരിലും ഉണ്ട്. അപ്പൊ ഭാഗ്യത്തിനൊരു ബസ് വന്നു. മണിയപ്പനും സലീമും അയ്പനും ഒഴിച്ച് എല്ലാവരും അതിൽ കയറി. അവർക്കിരുവർക്കും വടക്കോട്ടാണ് പോകേണ്ടത്. അല്പസമയത്തിനകം അതുവഴി വന്ന ടാക്സിയിൽ ഇരുവരും കടന്നിരുന്നു. അയ്പച്ചൻ തിരികെ നടന്നു. കാറിൽ വെച്ച് സലീം പറഞ്ഞു. മണിയപ്പ, എനിക്ക് പ്രഭയെ വേണം. മേടിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? നീ ഏറ്റോ? യെസ്. നിനക്കെന്നെ വിശ്വാസമല്ലേ? യെസ്, വിശ്വാസമാണടാ. അവളെ ഞാൻ വിശ്വസിക്കുന്നു. അവൾക്കെന്നെ ജീവനാണ്. ശരി ശരി, നാളെ ഓഫീസിലെത്തട്ടെ. ജീവനും ശരീരവും ഒന്നിച്ചാക്കാം. മണിയപ്പന് ചിരിയായി. ടാക്സി അവരുടെ താമസ സ്ഥലത്തെത്തി. അധികം ആരും എത്തി നോക്കാത്ത ആ മതിൽക്കെട്ടിനുള്ളിൽ ഒറ്റ കെട്ടിടം. സാമാന്യം വലിപ്പമുള്ള വീട്. ധാരാളം മുറികളും. താമസിക്കാൻ ഇപ്പോൾ ഒരു വൃദ്ധനും വൃദ്ധയും മാത്രം. ഒരേ ഒരു മകൻ. അയാൾ കുടുംബസമേതം വറോഡയിലാണ്. ഒരു വർഷത്തിലൊരിക്കൽ 2 വർഷം കൂടുമ്പോഴോ മാതാപിതാക്കളെ സന്ദർശിക്കാനെത്തും. അച്ഛനും അമ്മയ്ക്കും കൂട്ടിന് ഒരു മധ്യവയസ്കയായ സ്ത്രീയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരാണ് ആഹാരം തയ്യാറാക്കി ഇരുവർക്കും നൽകുന്നത്. ആരെയും വാടകയ്ക്ക് താമസിപ്പിക്കില്ലായിരുന്നു അയ്പൻ. അയ്പൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സലീമിനും മണിയപ്പനും അനുവാദം ലഭിച്ചത്. അയ്പച്ചൻ വൃദ്ധയുടെ അകന്ന ഒരു ബന്ധക്കാരനുമാണ്. സലീമിനെയും മണിയപ്പനെയും വൃദ്ധരും വളരെ ഇഷ്ടപ്പെട്ടു. മര്യാദക്കാരായ ചെറുപ്പക്കാര് എന്ന ബഹുമതി നൽകി. മുൻവശത്തുള്ള 2 മുറികളാണ് സലീമിനും മണിയപ്പനും നൽകിയത്. വൃദ്ധനും വൃദ്ധയും വല്ലപ്പോഴുമേ മുൻവശത്തേക്ക് എത്തി നോക്കൂ. അപ്പൊ ഇരുവരും അകത്തുണ്ടെങ്കിൽ സംസാരിക്കും. മോനോടെ കല്യാണം കഴിക്കണം, വൃദ്ധ സലീമിനോട് പറഞ്ഞു. ശരിയാ അമ്മാമ്മേ. അമ്മാമ്മ പറഞ്ഞാല് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? സലീം ചിരിക്കും. ടാക്സിക്കാരനെ പറഞ്ഞു വിട്ടിട്ട് മണിയപ്പൻ സലീമിനെ മുറിയിലേക്ക് നയിച്ചു. ഡ്രസ്സ് ഊരാൻ സഹായിച്ചുകൊണ്ട് മണിയപ്പൻ പറഞ്ഞു. തെല്ല അധികാരം പോലെ കിടന്നുറങ്ങടാ. പാവം മണിയപ്പന് കഷ്ടപ്പാട്. എന്നാലും അയാൾക്ക് വിഷമമൊന്നുമില്ല. പ്രായം മണിയപ്പനാണ് കൂടുതല്. പക്ഷെ ഇരുവരും ആത്മാർത്ഥ സ്നേഹിതരാണ്. തന്റെ കൊച്ചനുജനെ പോലെയാണ് മണിയപ്പൻ സലീമിനെ കാണുന്നത്. ഇരുവരും കിടന്നു. പക്ഷെ സലീം പ്രഭയുടെ കാര്യം പറഞ്ഞ് വീണ്ടും ബഹളം വെക്കാൻ ആരംഭിച്ചു. എന്റെ പൊന്നു ചങ്ങാതി സലീം, മണിയപ്പൻ കാലു പിടിച്ചു. നേരം പുലരട്ടെ. ഈ പാതിരാത്രിക്ക് പ്രഭയെ തിരക്കി പോകാൻ പറ്റുമോ? എനിക്കിപ്പോ പ്രഭയെ കാണണം. ഇപ്പോ സലീമിന് വാശിയായി. കിടക്കയിൽ നിന്നും ഉരുണ്ടെണീറ്റ് നിന്ന് സലീം പറഞ്ഞു. നീ വരണ്ടടാ, ഞാൻ തനിയെ പോകും.
സലീം വാതുക്കിലേക്ക് നടന്നു. എടാ വീണ്ടും കിടക്കയിലേക്ക് നയിച്ചുകൊണ്ട് മണിയപ്പൻ ദേഷ്യത്തോടെ പറഞ്ഞു. സലീമേ, എടാ വൃത്തിയേട്ടവനെ, ഇവിടെ കിടന്നുറങ്ങടാ. ഇല്ലടാ. സലീം വീണ്ടും കയർത്തു. നിനക്കറിയാമോ, അവൾ ഇന്ന് വരാതിരുന്നത് പിണങ്ങിയിട്ടാണ്. ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അതപ്പോ ഓർക്കണം. മണിയപ്പൻ തുടർന്നു. ലിമിറ്റ് വിട്ടപ്പോ നീ ഇപ്പൊ പലതും പറയുന്നുണ്ട്. പാവം ഒരു പെണ്ണിന്റെ സൽപ്പേര് നശിപ്പിക്കാണ്. ഇല്ല, ഞാൻ നശിപ്പിക്കില്ല. അവൾ എന്റേതാണ്. നെഞ്ചിൽ കൈവച്ച് വീണ്ടും സലീം പറഞ്ഞു. അവൾ എന്റേതാണ്. ശരി ശരി, നിനക്ക് ബോധം ഉണ്ടാകട്ടെ. അപ്പൊ ഞാൻ പറയാം. ഇപ്പോ ഉറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം പുറത്തെടുക്കും. മണിയപ്പൻ പറഞ്ഞു. നീ പോടാ. കൈ ചൂണ്ടി സലീം പുച്ഛിച്ചു. നീ എനിക്ക് പുല്ലാണ്. അവളെ ഞാൻ കെട്ടും. അവൾ എന്റെ ആത്മാവാണടാ. അത് ശരി. മണിയപ്പന് ചിരിയായി. അപ്പൊ നിന്റെ ഷാഹിദയോ? മണിയപ്പ, എനിക്ക് പ്രഭ മതി. സലീം വീണ്ടും കരയുവാനുള്ള ആരംഭം. രക്ഷയില്ലല്ലോ, മണിയപ്പൻ ആലോചിച്ചു. പിന്നെ സലീമിനെ ഉന്തിത്തള്ളി കുളിമുറിയിലെത്തിച്ചു. ഷവർ തുറന്നു. പാതിരാത്രിക്ക് ഐസ് പോലെയുള്ള വെള്ളം ചിതറിത്തെറിപ്പിച്ചു. സലീമിന്റെ തലയിലും ദേഹത്തും കുതിറിത്തെറിച്ച് സലീം ആക്രോശിച്ചു. ആരടാ? അസഭ്യ വർഷങ്ങൾ വർഷിച്ചു സലീം. ഞാൻ നിന്റെ ബാപ്പയടാ എന്ന് പറഞ്ഞുകൊണ്ട് മണിയപ്പൻ ടാപ്പ് വീണ്ടും തിരിച്ചു. സലീം മണിയപ്പന്റെ തന്തയ്ക്ക് വിളിച്ചു. കൊന്നുകളയൊന്ന് അലറി. സലീം സുഖമായിട്ട് കുളിച്ചു. തല തോർത്തി ഡ്രസ്സ് മാറി. പിന്നെ കിടന്നു. പാദം മുതൽ നെറുകവരെ പുതച്ച് സുഖമായിട്ടുറങ്ങി. ഉറക്കത്തിൽ സലീമിന്റെ സ്വപ്നങ്ങളിൽ പ്രഭയുണ്ടായിരുന്നു. അവള് വെള്ളപ്പുടവ ഞെറിഞ്ഞെടുത്തിരുന്നു. പട്ടുകുപ്പായ അണിഞ്ഞിരുന്നു. വെള്ളിക്കസവ് തട്ടമിട്ടിരുന്നു. സലീമിന്റെ പ്രഭ. അവൾ കിടക്കയിലിരുന്ന് നോക്കി. പിന്നെ സലീം, എന്റെ സലീം എന്ന് മന്ത്രിച്ചു. മുടിയിൽ തലോടി, നെഞ്ചിലും മുഖോണിച്ചു. പ്രഭേ, എന്റെ പ്രഭേ എന്ന് സലീം മന്ത്രിച്ചു. അടുത്ത ബെഡിൽ കിടന്ന മണിയപ്പൻ അത് കേട്ട് അത്ഭുതത്തോടെ അയാൾ വിചാരിച്ചു പോയി. 2-3 മാസത്തെ പരിചയം മാത്രം. ഇവരെങ്ങനെ ഇത്ര പെട്ടെന്നെടുത്തു? പ്രഭ, എന്തിലും പ്രഭ. ഇങ്ങനെയുണ്ട് ഒരു ഭ്രാന്ത്. ഉറക്കത്തിൽ ഒരിക്കൽ പോലും ഷാഹിദ എന്ന് വിളിച്ചു കേട്ടിട്ടില്ല. വാദവരാതെ സംസാരിച്ചു കേട്ടിട്ടില്ല. ആ പെൺകുട്ടിയെക്കുറിച്ച് അതിശയം തന്നെ. സലീമിന്റെ മുറപ്പെണ്ണ്. വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചത്. ഇവനതിലെ എതിർപ്പില്ല താനും. ആദ്യകാലത്തിൽ ഒരിക്കലെല്ലാം പറഞ്ഞതാണ്. പിന്നീട് അതേക്കുറിച്ച് സംസാരിക്കാറില്ല. എന്നാൽ പ്രഭയുടെ കാര്യോ എപ്പോഴും പറയും. അവർ തമ്മില് കണ്ടുമുട്ടിയ നാൾ മുതൽ തനിക്ക് സ്വൈര്യം തരില്ല. ദേഷ്യപ്പെട്ടിട്ടുണ്ട് സലീം. അപ്പോ പൊട്ടിച്ചിരിക്കും. എന്നിട്ട് പ്രഭയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയും, സൗന്ദര്യത്തെക്കുറിച്ച് പറയും. എത്ര വലിയ സുന്ദരിയാണ് പ്രഭ. സാമാന്യം കൊള്ളാം. സുന്ദരിയാണ് എന്ന് പറയാമെന്നേ ഉള്ളൂ. എന്നാ പ്രഭയേക്കാൾ മിടുക്കിയാണ് ഷാഹിദ. താൻ വീട്ടിൽ പോയപ്പോ കണ്ടു, പരിചയപ്പെട്ടു. നല്ല കുട്ടി, സ്മാർട്ട്. സലീമിനേക്കാൾ എന്തുകൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടി. പക്ഷെ എന്നിട്ടും സലീമിന് ഇതെന്തു പറ്റി? അന്യജാതിയിലും മതത്തിലും പെട്ട ഒരു പെൺകുട്ടിയോട് ഇത്ര ആവേശം. ഒന്നയാളെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. താനും ഷാഹിദയും തമ്മില് മനപ്പൊരുത്തമില്ല എന്ന്. ഷാഹിദ ഗൗരവക്കാരിയാണ്. എന്തും സീരിയസ് ആയ കൈകാര്യം ചെയ്യും. അധികം തമാശയും ചിരിയും അവൾ ഇഷ്ടപ്പെടില്ല. എന്തും തുറന്നു പറയാൻ ഉള്ള തൻ്റെ ഇടമുണ്ട്. എതിർഘടകമാണ് സലീം. തൊട്ടാവാടിയാണ്. എപ്പോഴും ചിരിക്കുക, മറ്റുള്ളവരെ ചിരിപ്പിക്കുക. സലീം തമാശ പറയും, പൊട്ടിച്ചിരിക്കും. ഷാഹിദ ചിരിയിൽ പിശുക്ക് കാട്ടും. സലീമിന് വേണ്ടി ചിരിച്ചെന്ന് വരുത്തും. സലീമിനത് നിരാശയാണ്. അയാൾക്കൊപ്പം ചിരിക്കണം, പൊട്ടി തമാശ പറയണം. വീണ്ടും വീണ്ടും സലീമിന് തീരെ ഗൗരവമില്ല പോലും. ആ കുട്ടിയുടെ പരാതി ശരിയാണ്, മണിയപ്പൻ ഓർത്തു. സലീമിന്റെ തീർത്തും കുട്ടിയുടെ മനസ്സുപോലെയാണ്. ജീവിതത്തെ വളരെ സില്ലിയായിട്ട് കാണുന്നു. കാര്യങ്ങളെ നിസ്സാരതയോടെ നേരിടുന്ന മനസ്സ്. എപ്പോഴും ചിരി, എന്തിനും എടുത്തിയാടുന്ന സ്വഭാവം, തമാശയെ ദർശിക്കാനുള്ള പ്രവണത. ഇത്തരം ഒരു അപക്വതയുള്ള മനസ്സിൽ ഒരിക്കലും പക്വതയേറിയ ഒരു പങ്കാളിയെ ഉൾക്കൊള്ളാനാവില്ല. പരസ്പരം വിട്ടുവീഴ്ചയാണ് ഇരുവർക്കും തയ്യാറായില്ലെങ്കിലേ തകർന്നു തരിപ്പണമാകുന്ന ജീവിതം. ഒരു പരിധിവരെയെങ്കിലും അപക്വത അംഗീകരിക്കുന്ന ഒരു മനസ്സ്, അതാണ് ആവശ്യം. അല്ലെങ്കിൽ ഈ സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ്. രണ്ടുമല്ലെങ്കിൽ ഒന്നല്ല, പല ജീവിതങ്ങളുടെ ഭീകരമായ തകർച്ച, അസാധാരണമായ പാളിച്ചകള്. ആ തകർച്ചകളിൽപ്പെട്ട് പല മനസ്സുകളും ഞെരിഞ്ഞുടഞ്ഞു പോകാം. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ.